അത് ക്ലാസ് എടുക്കുന്നെങ്കിൽ ഞാൻ തന്നെ എടുക്കുന്നത് കൊണ്ട് അത് ഓക്കോർഡായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിരന്തരമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ആൾ തന്നെ ക്ലാസ് എടുക്കുന്നത് അത് ഗുണകരമായിരിക്കില്ല. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്. Arun Krishna is willing to do all the things, all the research on UPS and NPS, and most probably whatever your doubts are there, you can straight away ask, or you can take his number and ask. No issue. എന്തായാലും മലയാളത്തിലെ ഒരു പ്രസൻറ്റേഷൻ അരുൺ കൃഷ്ണ നടത്തും. If you have any doubt, you can ask any doubts in between also. So we have to confine the class within 1.5 hours, or else normally the class will exceed up to 3 hours if you have a better understanding about NPS, UPS and OPS. So we have to confine it to 1.5 hours. So you should also cooperate. Let him complete the class first and then you can ask any questions. Okay? Arun Krishna will lead. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ഈ ഏതായാലും മത്സരത്തിനൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നുണ്ട്, ആ ഒരു സത്യത്തിൽ ആ ഒരു അങ്കലാപ്പ് എനിക്കുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു 3-4 മാസമായിട്ട് ഒരാരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ പരിപാടിയും ഒഴിവാക്കി പാട്ട് കേൾക്കലും സിനിമ കാണലൊക്കെ ആയാലും വീട്ടിലിരിക്കുമ്പോൾ പ്രമോദ് സഖാവും ഹരീഷ് സഖാവൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വരാം എന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ ആളുകളോട് സംസാരിക്കാത്തതിൻ്റെ ഒരു അപരിചിതത്വ പ്രശ്നം എനിക്കുണ്ടാവും. അതിന് ഞാൻ നിങ്ങളോട് ആദ്യമേ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ നിലയ്ക്കുള്ള എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും, ഇതൊരു എക്കണോമിക് ഡിസിഷനാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ UPS വേണോ NBS വേണോ എന്ന് വെച്ചാൽ അതൊരു സാമ്പത്തിക തീരുമാനമാണ്. പൊതുവെ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? അത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസസിൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുക. ഇപ്പം നിങ്ങൾക്കൊരു ഹോം ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് എടുക്കണോ, അത് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുക്കണോ, അല്ല നാട്ടിലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ഈ അതിൻ്റെ EMI കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ ഇന്ന് എടുത്താൽ എന്തായാലും പ്രശ്നമുണ്ടോ? കേൾക്കുന്നില്ലേ? എന്താ? അപ്പം ആ എളുപ്പം, അത്തരത്തിൽ വളരെ ഈസിയായി ഒരു തീരുമാനമെടുക്കാനുള്ള പ്രശ്നം സത്യത്തിൽ ഇത് രണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. ഇത് കുറേയധികം സ്പെക്കുലേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ഫണ്ട് എവിടെയാണ് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിന് ഇത് നിങ്ങൾക്കറിയുന്ന പോലെ ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫണ്ടാണ് NPS ആയാലും UPS ആയാലും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗതി എന്താവും? അതൊക്കെ പോട്ടെ, നിങ്ങൾ എത്ര വയസ്സിൽ മരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ 90 വയസ്സിലാണ് നിങ്ങൾ മരിക്കുക എന്നുണ്ടെങ്കിൽ ഇത് ചർച്ചയുടെയോ ക്ലാസ്സിൻ്റെയോ ആവശ്യമില്ല. UPS ഈസ് ബെറ്റർ. കാരണം 90 വയസ്സ് വരെ നിങ്ങൾക്ക് എന്തുണ്ട്, 60 വയസ്സിന് ശേഷമുള്ള 30 വയസ്സിൽ നിങ്ങൾക്ക് അത്രയും പെൻഷൻ മേടിക്കും, അതിൻ്റെ DA കിട്ടും. അപ്പം നിങ്ങൾ വലിയൊരു എമൗണ്ട് 60-ാം വയസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിലും എത്രയോ ഇരട്ടി നിങ്ങൾ പെൻഷനായിട്ട് 90-ാം വയസ്സിൽ വാങ്ങിക്കും. അപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മൾ എത്ര പ്രായത്തിൽ മരിക്കും, നിങ്ങൾ മാത്രം മരിക്കുന്നുള്ളതല്ല, നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഏത് പ്രായത്തിലാണ് മരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് കേവലം ഒരു എക്കണോമിക് ഡിസിഷൻ മാത്രമല്ല, അത് സ്വാഭാവികമായും വളരെ ഫിലോസഫിക്കലൊക്കെ ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇത് എന്താണ് എന്ന് കമ്പയർ ചെയ്യാം മൂന്നിനെയും, അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഒരു റോ മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് പറഞ്ഞു പോകുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സംഗതി നമ്മളുടെയൊക്കെ മനസ്സിൽ കുറേ കാലമായിട്ടുള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഒരു ബേസിക് സംഗതി നിങ്ങൾക്കൊക്കെ ഏതാണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അതൊന്ന് റീഫ്രഷ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ എന്താ പറയുക, ഓരോ കാര്യങ്ങളും വിശദമായി പറയേണ്ടതില്ല എന്നാണ് പ്രമോദ് സഖാവ് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ പെൻഷൻ വളരെ ക്രൂഷ്യലായ ഒന്നാണ് എന്നുള്ളതാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പ്രായമാവുന്നത് മറ്റെല്ലാവർക്കും മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള. ഇപ്പോൾ ഈ കോവിഡിനൊക്കെ സമയത്ത് ജനിച്ച ഒരു കുട്ടി ഇപ്പോൾ നിങ്ങളുടെ സെൻട്രൽ സ്കൂളിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. കാരണം 2020 കോവിഡ്. അന്ന് ജനിച്ച കുട്ടിക്ക് ഇപ്പോൾ 5 വയസ്സായി, ഏതാണ്ട് 1-ാം ക്ലാസ്സിലെത്തി. നമുക്കത് ഇന്നലെ നടന്നതുപോലെയാണ് തോന്നുന്നത്. പക്ഷേ 60 വയസ്സാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒന്നാണ്. 60-ന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണം എന്ന് നിങ്ങളൊരു തീരുമാനം ഈ സെപ്റ്റംബർ 30-ന് എടുക്കണം എന്നുള്ളതാണ് ഈ ഓപ്ഷൻ്റെ, ഈ ചോയ്സിൻ്റെ വലിയൊരു പ്രത്യേകത. അതിങ്ങനെ വളരെ പെട്ടെന്ന് ആ സംഗതി നടക്കും. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദന വരും, നിങ്ങൾക്ക് കൈക്കും കാലിനും ഒക്കെ പ്രശ്നം വരും. അതേ സമയത്ത് വളരെ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രായമാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെയോ ചിന്തയോ ബാധിക്കില്ല. നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ വായിച്ചോന്നറിയില്ല, കേരളത്തിലൊരു വലിയ സൈബർ അറ്റാക്ക് ഇപ്പം നടക്കുന്നത് 99 വയസ്സുള്ള ഒരു സ്ത്രീക്കെതിരെയാണ്. എറണാകുളംകാരിയായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള പ്രൊഫസർ M. ലീലാവതി എന്ന് പറയുന്ന ലീലാവതി ടീച്ചർക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നു. ഇന്നൊക്കെ ആൾക്കാരൊക്കെ കയറി തെറി പറയുന്നു. കാരണം ഒന്നുമില്ല, അവർ ഈ ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനെ കുറിച്ച് അവർ മിനിയാന്ന് എന്തോ പറഞ്ഞു. എവിടെയുള്ള കുഞ്ഞുങ്ങളായാലും അവരെൻ്റെ കൂടി കുഞ്ഞുങ്ങളാണ്, അവരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ല, പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ശരിയല്ല എന്ന് മറ്റേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 99 വയസ്സുള്ള ആൾക്കെതിരെ ഭീകരമായ അറ്റാക്കാണ്. പക്ഷെ ഞാൻ ആലോചിച്ചത്, ടീച്ചർക്ക് 99 വയസ്സായല്ലോ എന്നാണ്. 99 വയസ്സായി എറണാകുളത്തുള്ള ഒരാൾ ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കണ്ണീരൊഴുക്കുകയും ചിന്തിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റേറ്റീവായ സംഗതികളെ അത് വളരെ ഗൗരവമായി ബാധിക്കുന്നേയില്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഒരു 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണ നാട്ടിൽ 60 വയസ്സായ മനുഷ്യരുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാറുണ്ട്. അപ്പം അതിൻ്റെ സദ്യയൊക്കെ നമ്മൾ പോയി ഉണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഷഷ്ടിപൂർത്തിയുടെ സദ്യ ഉണ്ടിട്ടുണ്ടോ? ഉണ്ടിട്ടേ ഉണ്ടാവില്ല. കാരണം ഷഷ്ടിപൂർത്തി ഇന്നൊരു സംഗതിയല്ല. കേരളത്തിലെ മൊത്തം മനുഷ്യരുടെ 33% 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് 85 വയസ്സ് മറ്റും ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 90 ഇപ്പോൾ 84 വയസ്സിനാണ് നമ്മൾ ഈ 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുക എന്ന് പറയുന്നത്. അതിനെനിക്ക് തോന്നുന്നു ശതാഭിഷേകം എന്നോ മറ്റോ പറയാം. ഇതൊക്കെ മനുഷ്യർ ആഘോഷിക്കുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കുറേ കാലം ജീവിക്കാനുള്ള സാധ്യതയും സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ കൂടുതലാണ്. അതുകൊണ്ടും ഈ തീരുമാനം അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. നിങ്ങൾ ഏതെടുക്കണം എന്നുള്ളത്. നിങ്ങൾ 65 വയസ്സിലോ 70 വയസ്സിലോ സാധാരണഗതിയിൽ മരിക്കാൻ പോണില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തീരുമാനം ഏത് അർത്ഥത്തിലും അങ്ങേയറ്റം ഗൗരവമുള്ള ഒന്നാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ്റെ ഒരു ചരിത്രം, അതും നമ്മൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത്. അത് 1810 ബ്രിട്ടനിലൊക്കെ ആരംഭിക്കുകയും 1871 ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സർക്കാർ ജീവനക്കാരുടെ ഒരു പെൻഷൻ, ഇന്ത്യൻ പെൻഷനേഴ്സ് ആക്ട് എന്ന് പറഞ്ഞ് 1871 വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പെൻഷനെ അങ്ങനെ ഒരു ഇത്ര സർവീസിന് ഇത്ര പെൻഷൻ അങ്ങനെ ആയിരുന്നില്ല കാണുന്നത്. മറിച്ച് അതൊരു ഇറ്റ്സ് എ ബൗണ്ടി ഗിവൺ ആസ് എ മാറ്റർ ഓഫ് ഗ്രേസ് ഡിപ്പെൻഡിങ് ഓൺ ദി സ്വീറ്റ് വിൽ ഓഫ് ദി എംപ്ലോയർ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു എംപ്ലോയർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കുന്നില്ല കൊടുക്കേണ്ട. ആ അർത്ഥത്തിലാണ് പെൻഷൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിനങ്ങനെ ഒരു പിന്നീട് നമ്മൾ പറയല്ലേ, 1-ാം ലോക മഹായുദ്ധമൊക്കെ വരുന്നു, ക്ഷേമരാഷ്ട്ര സങ്കല്പം വരുന്നു, വെൽഫെയർ സ്റ്റേറ്റ് കാണും. അവിടെയാണ് ഒരു കിഡ് പ്രോക്യോ നമ്മൾ പറയില്ല, സംതിങ് ഫോർ സംതിങ്. നമ്മുടെ ഒരു ആയുസ്സുള്ള കാലത്ത്, നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ഒരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. നിങ്ങളുടെ കേസിൽ അത് സ്പേസിന് വേണ്ടിയിട്ടാണ്, ISROക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രാജ്യം എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ഒരു മോഡൽ എംപ്ലോയറാണ്, ഒരു മാതൃകാ തൊഴിൽദാതാവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആരോഗ്യമുള്ള കാലത്ത് നിങ്ങളൊരു മാതൃകാ തൊഴിൽദാതാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ, നിങ്ങൾക്ക് ആരോഗ്യമില്ലാതാവുന്ന കാലത്ത് ഏറ്റവും കൃത്യമായി ഏറ്റവും നല്ല രീതിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും നൽകുക എന്ന് പറയുന്നത് ആ മോഡൽ എംപ്ലോയറുടെ പണിയാണ്. അതാണ് പെൻഷൻ്റെ ഒരു ഏറ്റവും മോറലായിട്ടുള്ള അർത്ഥം. അപ്പം അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇന്ത്യയിൽ 47 ഇന്ത്യക്ക് നമുക്കൊക്കെ അറിയുന്ന പോലെ സ്വാതന്ത്ര്യം കിട്ടുന്നു. എല്ലാ മേഖലകളിലും ഇന്ത്യയിൽ നിയമം ഉണ്ടാകുന്നു. ESI ആക്ട്, EPF ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പെൻഷൻ ഇന്ത്യയിലൊരു നിയമം ഉണ്ടാവുന്നില്ല. വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. പെൻഷൻ അങ്ങനെ ഒരു ഡെഫിനിഷൻ ആദ്യമൊന്നും ഉണ്ടാവുന്നില്ല. ഇന്ത്യയിൽ ആദ്യത്തെ 1, 2, 3 സെൻട്രൽ പേ കമ്മീഷനുകളൊന്നും പെൻഷനെ പരിഗണിച്ചിട്ട് പോലുമില്ല. അത് അന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ
ശമ്പളം മാത്രമാണ് പരിഷ്കരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രപരമായ സന്ദർഭം ഇന്ത്യയിൽ ഉണ്ടാവുന്നത് 82-ലെ DS നക്കാര കേസാണ്. DS നക്കാര എന്ന് പറയുന്ന അദ്ദേഹം ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ റിട്ടയർ ചെയ്ത് പോകുന്ന മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കേണ്ടതുണ്ട്, അതിന് ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ചിട്ട് പെൻഷന് ക്ഷാമബത്ത നൽകേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിൽ പോകുന്നു. ആ കേസാണ് DS നക്കാര കേസ് എന്ന് പറഞ്ഞിട്ട് പെൻഷൻകാരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ഫാദർ YV ചന്ദ്രചൂഡായിരുന്നു അന്ന് സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്. അന്ന് YV ചന്ദ്രചൂഡ് വിധി പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞ വിധിയിലാണ് പെൻഷൻ ഈസ് നൈദർ എ ബൗണ്ടി നോർ എ മാറ്റർ ഓഫ് ഗ്രേസ് ബട്ട് എ ഡിഫേർഡ് പോർഷൻ ഓഫ് കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. പെൻഷൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഔദാര്യമല്ല, മറിച്ച് അതൊരു ഡിഫേർഡ് പോർഷൻ ഓഫ് പാസ്റ്റ് സർവീസാണ്. എന്താണ്? നിങ്ങൾ ഇന്ന് പണിയെടുക്കുന്നു, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെക്കുന്നു. ആര്? നിങ്ങളുടെ എംപ്ലോയർ. നിങ്ങളുടെ മുഴുവൻ ശമ്പളവും നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നില്ല, എന്നിട്ട് ആ മാറ്റിവെച്ച ശമ്പളം, നിങ്ങളുടെ ഡിഫേർഡ് പോർഷൻ ഓഫ് യുവർ സാലറി, ആ മാറ്റിവെച്ച ശമ്പളം നിങ്ങൾക്ക് എപ്പോഴാണ് തരണേ? അത് നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് വയ്യാതാകുമ്പോൾ, നിങ്ങൾ ജോലിക്കില്ലാതെ വരുമ്പോൾ ആ മാറ്റിവെക്കപ്പെട്ട ശമ്പളം തരുന്നതിനെയാണ് പെൻഷൻ എന്ന് വിളിക്കുന്നത് എന്നാണ് DS നക്കാര കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് 4th പേ കമ്മീഷൻ വരുന്നത്. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ 4th പേ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടത് HRA TA ഒക്കെ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന പേ കമ്മീഷണർ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജസ്റ്റിസ് PN സിംഗാൾ ആയിരുന്നു 4th പേ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. അദ്ദേഹം അതിൻ്റെ പേ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒബ്സർവേഷനിൽ പറയുന്നത്, അതിൻ്റെ തുടക്കത്തിലും ജീവനക്കാരുടെ ശമ്പളം മാത്രം പരിഷ്കരിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് വലിയ സമരങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ആ പേ കമ്മീഷൻ പെൻഷൻ കൂടെ പരിഷ്കരിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് 2 തരത്തിലുള്ള ആകസ്മികതകളെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 2 തരത്തിലുള്ള ഇവൻച്വാലിറ്റീസിനെ മറികടക്കാൻ ആ തൊഴിലാളിയെ, ജീവനക്കാരനെ പ്രാപ്തമാക്കണം പെൻഷൻ എന്നുള്ളതാണ്. 2 തരത്തിലുള്ള ഇവൻച്വാലിറ്റി എന്ന് പറയുമ്പോൾ, ഒന്ന്, അയാൾ സാധാരണ നിലയ്ക്കുള്ള അസുഖമോ മറ്റുമൊക്കെ അയാൾക്ക് പ്രായമാകുമ്പോൾ വരും. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണോ അയാൾ ജീവിച്ചത്, വിത്ത് ദ സെയിം ഡിഗ്നിറ്റി, അയാൾ പണിയെടുക്കുന്ന കാലത്ത് ISROയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് ഏത് അന്തസ്സോടുകൂടിയാണ് ജീവിച്ചത്, അതേ മനുഷ്യാന്തസ്സോടുകൂടെ റിട്ടയർമെൻറ്റിന് ശേഷവും അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ പ്രതിഫലം, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ നൽകാൻ തക്കവണ്ണമുള്ളതായിരിക്കണം പെൻഷൻ എന്ന് 4th പേ കമ്മീഷൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 5ാം പേ കമ്മീഷൻ എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള രത്നവേൽ പാണ്ഡ്യൻ എന്ന് പറയുന്നൊരു സുപ്രീം കോർട്ട് റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് ആ പേ കമ്മീഷൻ ഹെഡ് ചെയ്തത്. അദ്ദേഹം അത് വളരെ ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. പെൻഷൻ ഈസ് ദെയർ ഡിഫേർഡ് വേജ്, പെൻഷൻ ഈസ് ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഇൻഎലിയനബിൾ ആൻഡ് ലീഗലി എൻഫോഴ്സബിൾ റൈറ്റ് ആൻഡ് ഇറ്റ് ഹാഡ് ബീൻ ഏൺഡ് ബൈ ദ സെറ്റ് ഓഫ് ദെയർ ബ്രോ. പെൻഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതും നിയമപരമായി ബാധ്യതപ്പെട്ടതുമായിട്ടുള്ള തൊഴിലാളിയുടെ, ജീവനക്കാരൻ്റെ അവകാശമാണ്. അത് അവർ അവരുടെ നെറ്റിയിലെ വിയർപ്പ് തുള്ളി ചീന്തിയെടുത്ത് നേടിയെടുത്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ട് ഇന്ത്യയിലെ പെൻഷൻ. ഈ പെൻഷനൊക്കെ അങ്ങനെ അവകാശമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എപ്പോഴാണ് മാറിപ്പോകുന്നത്? ഇപ്പോൾ 2008 ശേഷം സർവീസിൽ കയറിയ ആളുകളാണ് കൂടുതലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവുക എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പേ കമ്മീഷൻ എന്ന് പറയുന്നത് 6th പേ കമ്മീഷനാണ്. ഈ 6th പേ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ കൗതുകരമായൊരു കാര്യം എന്താണ്? അതിനകത്ത് പെൻഷനൊക്കെ പരിഷ്കരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ പെൻഷൻ പരിഷ്കരിക്കേണ്ടത് ആരുടെയാണ്? ഫോർ those central government employees appointed before 1st January 2004 എന്ന്. 2004 ജനുവരി 1 മുമ്പ് സർവീസിൽ കയറിയിട്ടുള്ള ആളുകളുടെ പെൻഷൻ മാത്രം പരിഷ്കരിച്ചാൽ മതി എന്നാണ് 6ാം ശമ്പള കമ്മീഷൻ പറഞ്ഞത്. അപ്പോൾ ഈ 5ാം ശമ്പള കമ്മീഷൻ രഞ്ജി പണിക്കർ സിനിമയിലെ ഡയലോഗ് പോലെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് തീന്തിയെടുത്തതാണ്, അത് ഭരണഘടനാപരമായി ബാധ്യതപ്പെട്ടതും നിയമപരമായി ഒഴിവാക്കാൻ കഴിയാത്തതുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെൻഷൻ 6ാം ശമ്പള കമ്മീഷനിലെത്തിയപ്പോൾ 2004 ജനുവരി 1 മുമ്പുള്ളവർക്ക് മാത്രമായി നിജപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? ഈ 5ാം ശമ്പള കമ്മീഷൻ എന്ന് പറയുന്ന കൊല്ലം ഏതാ? അത് 91. 6ാം ശമ്പള കമ്മീഷൻ ഏതാ? നിയമിക്കപ്പെടുന്നത് 2003. ഈ 91 മുതൽ 2003 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിക് പോളിസിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്.
ആ കാലമാണ് നമ്മളിന്ന് സാധാരണ ഈ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ നിരന്തരമായി പ്രമോദ് സാധനപ്പുള്ള ആളുകളൊക്കെ ഇവിടെ ലിബറലൈസേഷൻ വന്നില്ലേ, ഇവിടെ ഗ്ലോബലൈസേഷൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. സത്യത്തിൽ ഇതൊന്ന് വെറുതെ പറഞ്ഞ് അവർ പ്രസംഗിക്കുന്നത് മാത്രമല്ല, അത് മനുഷ്യൻ്റെ ജീവിതത്തെ തട്ടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. ലിബറലൈസേഷൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഭാഗമായിട്ട് വന്നിട്ടുള്ള എന്താണ് നമ്മൾ നവ ഉദാരീകരണം എന്ന് പറഞ്ഞൊരു സംഗതി 91 ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. IMF-ൽ ഉദ്യോഗസ്ഥനായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നരസിംഹറാവു പ്രധാനമന്ത്രിയുമായ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ നിയോ ലിബറൽ പോളിസീസ് നടപ്പിലാക്കുന്നത്. നിയോ ലിബറൽ പോളിസീസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് ഈ പെൻഷൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് അങ്ങനെ പെൻഷൻ, ശമ്പളം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കൊടുക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ആളുകളെ വലിയ രൂപത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി കൊടുത്ത് സർക്കാർ ജോലിക്ക് സുസ്ഥിരമായ സസ്റ്റൈനബിൾ നാച്ചർ എന്നാണ് IMF-ൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഭീകരമായ സസ്റ്റൈനബിൾ നാച്ചർ കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് IMF റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്താണ്? ഇതുകൊണ്ടുണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് പെൻഷൻ എന്ന് പറയുന്ന ഒന്ന് അതുവരെ നിയമപരമായി ഉണ്ടായിരുന്ന ഒന്ന് 6ാം ശമ്പള കമ്മീഷൻ്റെ സമയമാകുമ്പോഴേക്കും മാറുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്നൊരു വാക്ക് ഇന്ത്യയുടെ ഒരു സർക്കാർ രേഖയിൽ ഇൻ ഒഫീഷ്യൽ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് എവിടെയാണെന്നറിയോ? അത് 2001-2002 സാമ്പത്തിക വർഷത്തിൽ AB വാജ്പേയി പ്രധാനമന്ത്രിയാണ്, യശ്വന്ത് സിൻഹ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടക്കാല ബജറ്റിലാണ് ആദ്യമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ സമ്പ്രദായം ശരിയല്ല, നമ്മൾക്കൊരു പുതിയ പെൻഷൻ സമ്പ്രദായം ആവശ്യമുണ്ട്. വി ഷുഡ് എൻവിസാജ് എ ന്യൂ പെൻഷൻ സ്കീം ദാറ്റ് വിൽ റീപ്ലേസ് ദി എക്സിസ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സിസ്റ്റം എന്ന് ആദ്യമായിട്ട് ന്യൂ പെൻഷൻ സ്കീം NPS എന്ന് ഒരു സർക്കാർ രേഖയിൽ അച്ചടിക്കുന്നത് യശ്വന്ത് സിൻഹ ധനകാര്യമന്ത്രിയായിരുന്ന AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന ഒരു ഘട്ടത്തിലാണ്. അത് അവരങ്ങനെ അച്ചടിച്ചു എന്ന് മാത്രമല്ല, ഈ സംഗതി ആദ്യം ആലോചിച്ച ഒരു ടീം എന്ന് പറയുന്നത് കർണാടകയിലാണ്. SM കൃഷ്ണ കർണാടകയിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് അവിടെ AB ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ കർണാടകയിൽ ഇനി പെൻഷൻ കൊടുക്കേണ്ട, ഇനി ഒരു പുതിയ പെൻഷൻ ഉണ്ടാക്കണം എന്ന് അതിന് മുമ്പ് പറയുന്നുണ്ട്. ഏതാണ്ട് ആ സമാന ഘട്ടത്തിൽ കേരളത്തിലെ AK ആൻ്റണി 2003 ഈ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇത് ആദ്യമായി ഇന്ത്യയിൽ ആലോചിച്ചുള്ള AB ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റി ക്യാബിനറ്റ് ഫോം ചെയ്യുന്നു. ആ കമ്മിറ്റി വളരെ പെട്ടെന്ന് 6 മാസം കൊണ്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2003 ഡിസംബർ 17 ന്യൂ പെൻഷൻ ഫോർ ദോസ് അപ്പോയിൻറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/1/2004 എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പെൻഷൻ സ്കീം പ്രൊമുൾഗേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന NPS. ആ തീയതിക്കൊരു പ്രത്യേകതയുണ്ട്. 2003 ഡിസംബർ 17 ആ ഓർഡർ വരുന്നത്. ഈ ഡിസംബർ 17 ഇന്ത്യയിൽ പെൻഷൻ ഡേ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ DS നക്കാര കേസിൻ്റെ വിധി ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് വിധി പറഞ്ഞ ദിവസമാണത്. ഇന്ത്യയിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ അങ്ങനെ 1982 മുതൽ പെൻഷൻ ദിനമായി ആചരിക്കുന്ന അതേ ദിവസമാണ് ഈ NPS ഓർഡർ വരുന്നത്. ദൗർഭാഗ്യവശാൽ ആ ഒരൊറ്റ കടലാസിൻ്റെ പുറത്താണ് ഇന്ന് 2 തരം മനുഷ്യർ ഈ സർവീസിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നിയതമായ ഡിഫൈൻഡ് ആയിട്ടുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകളും നമ്മളെപ്പോലെ അൺഫോർച്ചുനേറ്റായി പെൻഷൻ എന്ന് പറയുന്നതിന് ഒരു കൃത്യതയുമില്ലാത്ത ആളുകൾ. ഇപ്പോൾ സർവീസിൽ കയറി 20 വർഷമൊക്കെ ആയ ആളുകൾ ഇവിടെ ഉണ്ടാവും, NPS ആയിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എത്ര പെൻഷൻ കിട്ടുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും ധാരണയില്ല, ഗവൺമെൻറ്റിനും ധാരണയില്ല, ഒരു മനുഷ്യർക്കും ധാരണയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ പെട്ടെന്നൊന്നും നിയമമായില്ല. എന്തുകൊണ്ടാണ്? 2004 തൊട്ട് സർവീസിൽ ഇനി മുതൽ, അതായത് ഡിസംബർ 17 ഓർഡർ വന്നു. ഇനി ഈ ജനുവരി 1 2004 ജനുവരി 1 തൊട്ട് സർവീസിൽ വരുന്നവർക്ക് പുതിയ പെൻഷൻ ആവും എന്ന് പറഞ്ഞിട്ട് ഓർഡർ അതിന് മാറ്റം ഉണ്ടായി. 2004 ആദ്യത്തെ UPA വന്നു. ആ UPA എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നൊക്കെ 19 MPമാരോ മറ്റോ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു കാലമാണ്. ആ കാലം മുഴുവൻ കോമൺ മിനിമം പ്രോഗ്രാമൊക്കെ നടപ്പിലാക്കിയ കാലമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ, ദേശീയ ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ആ കാലത്തൊന്നും ഇതിനൊരു നിയമപരമായ പ്രാബല്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ രണ്ടാമത്തെ UPA വന്നു, കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായി. ആ ഗവൺമെൻറ്റാണ് 2013 സെപ്റ്റംബർ 18 PFRDA എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
നമ്മൾ ഇത്രയും നേരം ന്യൂ പെൻഷൻ സ്കീം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുത്തൻ പെൻഷൻ പദ്ധതി എന്ന്. ഈ നിയമം 2013 പാസ്സാക്കി വന്നപ്പോൾ ചുരുക്കത്തിൽ NPS തന്നെയാണ്, പക്ഷേ ന്യൂ പെൻഷൻ സ്കീം ആയിരുന്നില്ല. അത് നാഷണൽ പെൻഷൻ സിസ്റ്റം ആയിട്ട് മാറുകയാണ് ചെയ്തത്, NPS. അതായത് അതുവരെ ഉണ്ടായിരുന്ന ന്യൂ പെൻഷൻ സ്കീമും ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായമാണ്, ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക പെൻഷൻ. അതിനെ പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയ 2013 നിയമം എന്ത് ചെയ്തു? ന്യൂ പെൻഷൻ സ്കീമിനെ നാഷണൽ പെൻഷൻ സിസ്റ്റമായി റീഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ പറയില്ലേ, ദേശീയ പക്ഷി മയിലാണ്, ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്, വന്ദേ മാതരമാണ് ദേശീയ ഗാനം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ദേശീയ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്? അത് നാഷണൽ പെൻഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതിന് പുറത്തുള്ള 2004 മുമ്പ് സർവീസിൽ കയറിയിട്ടുള്ള ആളുകൾ ഒന്നും ഇപ്പോൾ വാങ്ങുന്നത് എന്തല്ല, ഒരു ദേശീയ പെൻഷൻ സമ്പ്രദായത്തിന് പുറത്തുള്ള ആളുകളാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, അപ്പോൾ അവരെ സത്യത്തിൽ അങ്ങനെ അവർ ദേശീയ പെൻഷനിൽ ഇല്ലാത്താണെങ്കിൽ അവരെ സത്യത്തിൽ ഈ NPS ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സത്യത്തിൽ PFRD ആക്ട് അത് കൃത്യമായി ആലോചിച്ചിട്ടുണ്ട്. PFRD ആക്ടിൻ്റെ ക്ലോസ് 5ാമത്തെ ക്ലോസിൻ്റെ സബ്സെക്ഷൻ 5, ക്ലോസ് 12/5 പറയുന്നൊരു കാര്യം, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ് C ഓഫ് സബ്സെക്ഷൻ 3. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് പെൻഷൻ സമ്പ്രദായത്തെയും പ്രത്യേകിച്ച് ഒരു പുതിയ ഉത്തരവില്ലാതെ പാർലമെന്റിൽ പാസ്സാക്കാതെ NPS കൊണ്ടുവരാനുള്ള, അതിപ്പോൾ ഒരു ഓട്ടോണമസ് ബോഡിയുടേതായിക്കോട്ടെ, ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതായിക്കോട്ടെ, ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുടേതായിക്കോട്ടെ, അത് ഇതിലേക്ക് കൊണ്ടുവരാൻ, നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിപൂർണമായ അധികാരം കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിരിക്കുമെന്ന് PFRD ക്ലോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ 13 കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത്, 12 വർഷമായില്ലേ, എന്നിട്ട് ഇതുവരെയും എന്തുകൊണ്ടാണ് പഴയ പെൻഷൻകാരെ NPS കൊണ്ടുവരാത്തത്? അങ്ങനെയും അല്ല. ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ ഹെഡ് ചെയ്യുന്ന 6ാം ശമ്പള കമ്മീഷൻ ഈ റെക്കമെൻഡേഷൻ വെച്ചു. അന്ന് ബാംഗ്ലൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് തിങ്ക് ടാങ്ക് ആയിരിക്കുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി, റിസർച്ചൊക്കെ നടത്തുന്ന ഒരു NGO ഈ പഠനം നടത്തിയിട്ട് ഇപ്പം നിലവിലുള്ള ഓൾഡ് പെൻഷൻസ്കാരെ മുഴുവൻ ന്യൂ പെൻഷൻ സ്കീമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അവർ ആരും 10% കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ലല്ലോ അവരുടെ ശമ്പളത്തിൽ നിന്ന്. അവർക്കപ്പോൾ NPS പെൻഷൻ കൊടുക്കണമെങ്കിൽ അവരെ 10% എന്ത് ചെയ്യണം? ഒരു ഒറ്റത്തവണ തുകയായിട്ട് അടക്കണം. അങ്ങനെ അടക്കണമെങ്കിൽ എത്ര തുക വേണം എന്ന് ISCC പഠിച്ചു. അപ്പോൾ ISCC പഠിച്ചപ്പോൾ 3,35,628 crore, അത്രയും രൂപ ഒറ്റ തവണയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് PFRD കൈമാറുകയാണെങ്കിൽ ഓൾഡ് പെൻഷൻ സ്കീമിലുള്ള മുഴുവൻ ആളുകളെയും എന്ത് ചെയ്യാം? NPS കൊണ്ടുവരാം എന്നാണ് ISCCയുടെ റെക്കമെൻഡേഷൻ. ഈ റെക്കമെൻഡേഷൻ ക്യാബിനറ്റ് പരിഗണിച്ചു. അപ്പോൾ ഇത് ഒറ്റ തവണയായിട്ട് ഇത്രയും വലിയ തുക PFRD നൽകുന്നതിനേക്കാൾ നല്ലത് അവരുടെ പെൻഷൻ കുറച്ചിങ്ങനെ കൊടുത്തു ഒരു ന്യൂനപക്ഷമാവുന്ന ഘട്ടത്തിൽ വീണ്ടും ഇത് ആലോചിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സബ്സെക്ഷൻ അവിടെ ഞാൻ പറഞ്ഞ പോലെ ക്ലോസ് 12/5 ബാക്കിയുണ്ട് ഇപ്പോഴും NPS. അപ്പോൾ ഇപ്പോൾ ഒരു 50% ആളുകൾ, ആ റിപ്പോർട്ട് വരുന്ന സമയത്ത് 55% ആളുകൾ ഓൾഡ് പെൻഷൻ സ്കീമിലുണ്ട്. അപ്പോൾ അത്രയും ആളുകളുടെ ഇത്രയും വലിയ തുക ഒരു സിംഗിൾ ടൈം ഡെപ്പോസിറ്റായിട്ട് PFRD കൈമാറുന്നത് വലിയ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നേ ഉള്ളൂ. പഴയ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം, ഓൾഡ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെമോക്ലീസിൻ്റെ വാള് പോലെ ഇത് തലയ്ക്ക് മേലെ തൂങ്ങിക്കിടപ്പുണ്ട് എന്ന് അവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവരൊന്നും ദേശീയ പെൻഷൻ സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്നവരല്ല. അപ്പം ഞങ്ങൾക്കിതില്ല, ഞങ്ങൾ മുമ്പാണ് എന്ന് അവർ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവരെയും എപ്പോൾ വേണമെങ്കിലും ഒരു 1 ടൈം ഡെപ്പോസിറ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയർ പ്ലസ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ അടക്കുകയാണെങ്കിൽ അത് അവരും NPS അണ്ടറിൽ വരും എന്നുള്ളതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, കോൺഫെഡറേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ജീവനക്കാരുടെ പൊതുസംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ സമരം ഉണ്ടാവുന്നു. ഒരു വശത്ത് ഇതൊന്നും അല്ലാത്ത ഒരു സംഘടനയിലും ഇല്ലാത്ത ആളുകൾ വാട്സപ്പൊക്കെ ഉപയോഗിച്ചിട്ട് സമരം നടത്തുന്നു. നമ്മുടെ രാംലീല മൈതാനിൽ 2000 ഇലക്ഷന് തൊട്ട് മുമ്പേ ഒരു സമരം നടന്നപ്പോൾ ഏതാണ്ട് 3 ലക്ഷം ആളുകളാണ് NPS നടന്ന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തിട്ട് ഒരു പുതിയ പെൻഷൻ സമ്പ്രദായം ഉണ്ടാകും എന്ന അർത്ഥത്തിൽ വാഗ്ദാനങ്ങൾ തരുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചത്?
വിൽ ഗോ ബാക്ക് ടു ഓൾഡ് പെൻഷൻ സ്കീം. പഴയ പെൻഷൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 8 സംഘടനകളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്കഷന് 2024 ഓഗസ്റ്റ് 19 വിളിച്ചു. അപ്പോൾ കോൺഫെഡറേഷൻ്റെ അടക്കം നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്കെ വിശദീകരിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളൊരു പുതിയ പെൻഷൻ കൊണ്ടുവരാൻ പോവുകയാണ്, അതൊരു യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ് എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരു നിർവചിക്കപ്പെട്ട പെൻഷൻ. ഇപ്പോൾ നമ്മൾ NPS-ൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് കൊടുക്കണം എന്ന കാര്യം വളരെ ഡിഫൈൻഡാണ്. നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 10% കൊടുക്കണം. പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള കാര്യം എന്തല്ല, ഡിഫൈൻഡേ അല്ല. അത് അങ്ങേയറ്റം കാറ്റിനും തിരമാലകൾക്കൊക്കെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 19 മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾക്ക് ഡിഫൈൻഡായ എന്ത് കിട്ടും എന്നത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ ഗവൺമെൻറ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഏതാണ്ട് 6 മാസം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ 2025 ജനുവരി 24 വരുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ 2025 മാർച്ച് 19 വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ 2025 സെപ്റ്റംബർ 2 മൂന്നാമതൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 3 നോട്ടിഫിക്കേഷൻ UPS-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. UPS എന്ന് പറയുന്നത് മറ്റൊരു പെൻഷൻ പദ്ധതി അല്ല. ഏറ്റവും പ്രധാനം അതാണ്. ഞാനപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണ്. ഒരു പ്രിമൈസ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, ഹിസ്റ്ററി എന്താന്ന് പറഞ്ഞിട്ട്. UPS എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് അറിയുന്ന പോലെ അതൊരു ഓപ്ഷനാണ് അണ്ടർ NPS. നിങ്ങൾ UPS-ലുള്ളപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു ഓപ്ഷൻ അകത്താണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ സെറ്റ്സ് പഠിക്കുമല്ലോ പണ്ട്, അതുപോലെ ഈ സെറ്റിനകത്താണ് നിങ്ങൾ. എന്നാൽ ഇതിനകത്തൊരു സബ്സെറ്റ് ഉണ്ട്. ആ സബ്സെറ്റാണ് UPS. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NPS എന്ന് പറയുന്ന ഈ വിശാലമായ കാറ്റിനും മഴയ്ക്കും ഭൂമിക്കും എങ്ങനെയാവുമെന്ന് അറിയാൻ പാടില്ലാത്ത നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വേണേൽ തുടരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫൈൻഡ് ആയിട്ടുള്ള യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ ഓപ്ഷൻ കൊടുത്ത് വരാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വലിയ NPS എന്ന് പറയുന്ന കുരുക്കിനകത്താണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള നിർവചിക്കപ്പെട്ടിട്ടുള്ള കുരുക്കിനകത്ത് വേണോ വേണ്ടിയോ എന്നുള്ളതാണ്. അത് നമ്മൾ പറയില്ലേ, ഒരു സെലക്ടിങ് ബിറ്റ്വീൻ എന്താണ് സീ ആൻഡ് സാത്താൻ എന്ന് പറയുന്നത്. ചെകുത്താൻ വേണോ കടൽ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ലാസ്സിൻ്റെ ഒടുവിലും ഒരുപക്ഷെ നിങ്ങളുടെ കൺഫ്യൂഷൻ കൂടുകയല്ലാതെ ഇന്നതാണ് നല്ലത് എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രൊമൈസസ് ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ടെക്നിക്കലായിട്ടാണ് വർത്തമാനം പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കുറച്ച് സ്പീഡിലാണ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. ഇത് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ എന്നുള്ള 3 തരത്തിലുള്ള ആൾക്കാർക്ക് അപ്ലിക്കബിൾ. 1, NPS-കാരായിട്ട് റിട്ടയർ ചെയ്ത ആളുകൾ. 2, NPS ആയതിനു ശേഷം ജോയിൻ ചെയ്തിട്ട ആളുകൾ. 3, ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന ആളുകൾ. ഇത്രയും ആളുകൾക്കാണ് UPS അപ്ലിക്കബിൾ ആവുക. ഇനി ഇതിനകത്ത് കുറച്ച് കീ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇതൊക്കെ വന്ന് 6-7 മാസം കഴിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഇതിനകത്ത് ഫുള്ളി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയില്ല. ജസ്റ്റ് ഓടിച്ചൊന്ന് പറയാം. ഇൻഡിവിജ്വൽ കോർപ്പസ് ഉണ്ട്, പൂൾ കോർപ്പസ് ഉണ്ട്, ബെഞ്ച്മാർക്ക് കോർപ്പസ് ഉണ്ട്, ലംസം പേയ്മെന്റ് ഉണ്ട്, ലംസം വിഡ്രോവൽ ഉണ്ട്, അഷ്വേർഡ് പേ ഔട്ട് ഉണ്ട്, അഡ്മിസിബിൾ പേ ഔട്ട് ഉണ്ട്. ഇതാണ് ഇതിനകത്തുള്ള ഒരു ടെക്നിക്കൽ വേർഡ്സ് നമുക്ക് മനസ്സിലാക്കാനുള്ള. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇൻഡിവിജ്വൽ കോർപ്പസും പൂൾ കോർപ്പസുമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, NPS-നകത്ത് നിങ്ങളുടെ 10, ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയറുടെ 14, നിങ്ങളുടെ കേസിൽ ISRO തരുന്ന 14, നിങ്ങളുടെ 10. ഈ 10ഉം 14ഉം ചേർന്ന് നിങ്ങളുടെ പ്രാൻ നമ്പറിൽ അടക്കുന്നു. അതൊരു ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ചെറിയ അരിമണികൾ കൂട്ടിവെച്ച് വലിയ അരിമണിയായി മാറുന്നതാണല്ലോ. അപ്പോൾ പണ്ടൊരു കഥയുണ്ട്, സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു രാജാവ് ഭയങ്കരനായ അയയാതിയുടെ ഒരു ചെസ്സിൽ ഭയങ്കര ചതുരംഗ പ്രേമിയായ രാജാവാണ്. അദ്ദേഹത്തിന് ആർക്കും ചെസ്സിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാളൊരു ദിവസം വന്നിട്ട്, ഒരു സാധാരണ മനുഷ്യൻ ഇയാളോട് ചെസ്സ് കളിക്കാവോ എന്ന് ചോദിക്കുന്നു. ഈ ചതുരംഗ കളിയിൽ അയാൾ തോറ്റുപോകുന്നു രാജാവ്. അപ്പോൾ രാജാവ് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, ഈ മുമ്പിലുള്ള ചതുരംഗ കളത്തിൽ ആദ്യത്തെ കളത്തിൽ 1 അരിമണി, 2ാം കളത്തിൽ 2, അങ്ങനെ 64 കളമാണല്ലോ. എല്ലാത്തിലും ഇങ്ങനെ ഇരട്ടിയായിട്ട് പിന്നെ എനിക്ക് അരിമണി തന്നാൽ മതി എന്ന് പറയും. ഇപ്പോൾ രാജാവ് പരിഹസിക്കും, പുച്ഛിക്കും. ഇവനാകെ ഇതേ വേണ്ടു, എന്ത് വേണേലും ചോദിച്ച് രാജ്യം തന്നെ തരാൻ ഞാൻ തയ്യാറാണല്ലോ. നിറയ്ക്കൂ അരിമണി എന്ന് പറയും ഭടന്മാരോട്. അപ്പോൾ ഭടന്മാരിങ്ങനെ ആദ്യത്തേൽ 1, 2ാമത്തേൽ 2, 3ാമത്തേൽ 4,
അങ്ങനെ ഏതാണ്ട് ഒരു 15 കളമൊക്കെ എത്തുമ്പോഴത്തേക്കും ആ രാജ്യത്തെ അരി മാത്രമല്ല, അതിനടുത്തുള്ള രാജ്യങ്ങളിലെ അരി തീർന്നു പോയി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2, 4, 8, 16, 32, 64, 128 ഇങ്ങനെ കൂടി 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 ഈ മൾട്ടിപ്ലൈ ഇങ്ങനെ ഇത് എന്താ പറയുക, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തുകയായിട്ട് ഇത് മാറും. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ പൊതുവേ ഈ കഥ പറയും. കാരണം നിങ്ങളുടെ കയ്യിലുള്ള 2 രൂപ അത് 4ആയി, 8ആയി, 16ആയി, 32ആയി, 64, 128, പിന്നെ 1024, 2048, 4096. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തുകയായിട്ട് ഇത് മാറും. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നാൽ മതി, ഈ തുക ഇങ്ങനെ ഇരട്ടിച്ചു കൊണ്ടിരിക്കും എന്നാണ് ആ കഥ. അപ്പോൾ നമ്മളോട് NPS-ൻ്റെ തുടക്കം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. NPS-ൻ്റെ തുടക്കകാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും എനിക്ക് 2013 കേരളത്തിൽ ഏപ്രിൽ 1-ാം തീയതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിൽ NPS നടപ്പിലാക്കുന്നത്. ആ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് സംഘടനകളുടെ നേതാക്കൾ ഈ കഥ, അങ്ങനെയാണ് ഞാൻ ഈ കഥ ആദ്യം കേൾക്കുന്നത്. അതായത് ഈ പെൻഷൻ ലാസ്റ്റും ശമ്പളത്തിൻ്റെ 50% ആർക്ക് വേണം? ഈ യയാദിയുടെ കഥയിലെ പോലെ നിങ്ങളിടുന്ന 10% കൂടി 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 കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് പെൻഷൻ വാങ്ങണ്ടേ? അതിനൊരു അവസരമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ഒരുക്കി തരുന്നത് എന്നാണ് അന്ന് NPS നടപ്പിൽ വന്ന സമയത്ത്. ഇന്നാ കഥയൊക്കെ പറഞ്ഞ ആൾക്കാർ അടിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ 15-20 കൊല്ലം സർവീസിന് ശേഷം 937, 1024 രൂപയൊക്കെ പെൻഷൻ മേടിക്കുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു NPS സബ്സ്ക്രൈബറെ ഞാൻ കണ്ടത് കൊല്ലം RMS ജോലി ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ED-ന്ന് MTS ആയി വന്നിട്ട് 15 വർഷത്തെ സർവീസിന് ശേഷമാണ്. അയാൾക്ക് ഞാൻ കാണുന്ന സമയത്ത് 924, 2015 അയാൾ റിട്ടയർ ചെയ്തത്. 924 രൂപയായിരുന്നു പെൻഷൻ. ഇപ്പോൾ UPS വന്ന സമയത്ത് ഞാനൊരു കൗതുകത്തിന് അയാളെ വിളിച്ചു നോക്കി, ഇപ്പോൾ എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്? ഇപ്പോഴും 925. ഇത് NPS-ൻ്റെ പെൻഷൻ ആനുവിറ്റിയാണല്ലോ, അത് കൂടില്ല, ഒരു ഫിക്സഡ് ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കുക ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ കഥ പറയുന്ന ആളുകളെ നമ്മൾ തല്ലും. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ നമ്മൾ പറഞ്ഞു വന്നത് ഇൻഡിവിജ്വൽ കോർപ്പസ് എന്താ? ഇവർ ഈ പറഞ്ഞ അരിമണികളൊക്കെ കൂട്ടി വെക്കുമല്ലോ, എല്ലാ മാസവും നിങ്ങൾ 10%, ഗവൺമെൻറ് 10%. ഈ കോർപ്പസ് ഇങ്ങനെ കൂടി 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 നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ തുകയായി മാറും എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺസെപ്ച്വൽ. ഒരു പക്ഷേ ആയേക്കും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മാർക്കറ്റൊക്കെ നല്ല രീതിക്ക് പോവുകയും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വളർച്ച, ഒരു കോമ്പൗണ്ടിങ് ഗ്രോത്തിൻ്റെ എഫക്റ്റ് ഈ ഇൻഡിവിജ്വൽ കോർപ്പസിന് കിട്ടും. അപ്പോൾ ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്നത് എന്താ? അത് നിങ്ങളുടെ 10, ഗവൺമെൻറ്റിൻ്റെ 14 NPS. UPS-ലോ നിങ്ങളുടെ 10, ഗവൺമെൻറ്റിൻ്റെ 10, 10ഉം 10ഉം ചേരുന്ന തുകയാണ് ഇൻഡിവിജ്വൽ കോർപ്പസ്. ഇനി പൂൾ കോർപ്പസോ? അത് UPS-ൽ മാത്രമുള്ള. അതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ 10ഉം ഗവൺമെൻറ്റിൻ്റെ 10ഉം കൊണ്ട് UPS പറയുന്ന 25 വർഷം സർവീസുള്ള ആളുകൾക്ക് ഫുൾ പെൻഷൻ, അതായത് അവസാനം വാങ്ങിയ സാലറിയുടെ 50% അതിൻ്റെ DA-യും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഫണ്ട്, അതാണ് പൂൾ കോർപ്പസ്. അപ്പോൾ പൂൾ കോർപ്പസ് നിങ്ങൾക്ക് നേരിട്ട് എടുക്കാനും നിങ്ങൾക്ക് തരാനും നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 8.5% വെച്ചാണ് ചെയ്യുന്നതെങ്കിലും അത് നിങ്ങളുടെ പ്ലാനിലോ അല്ല സൂക്ഷിക്കുന്നത്. അത് പൂർണ്ണമായും ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഫണ്ടാണ്. നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 8.5% ഗവൺമെൻറ് മാറ്റിവെക്കും. എന്തിന്? ഈ ഡിഫൈൻഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് മതിയാകാതെ വരുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ കോർപ്പസ് ക്ലിയർ ആണ്, പൂൾ കോർപ്പസ് ക്ലിയർ ആണ്. മൂന്നാമത് നമുക്കുള്ളത് ഒരു ബെഞ്ച് മാർക്ക് കോർപ്പസാണ്. ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു സങ്കല്പത്തിലുള്ള കോർപ്പസാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്നാൽ അതെന്താണ്? അത് ഗവൺമെൻറ് എന്ത് ചെയ്യും? അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. PFRDA അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് UPS-ൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്നുള്ളത് പ്രധാനമായിട്ടും അതിന് 3 കണ്ടീഷൻസാണ് ഉള്ളത്. അതായത് ആ സങ്കല്പത്തിലുള്ള തുക എന്ന് പറയുന്നത് നിങ്ങൾ റെഗുലറായി എല്ലാ മാസവും എന്ത് ചെയ്യണം? 10% നിക്ഷേപിക്കണം. ഗവൺമെൻറ്റും 10% നിക്ഷേപിക്കണം. കണ്ടീഷൻ നമ്പർ 1. ഇപ്പം നിങ്ങളൊരു 3 വർഷം LWA എടുത്തു, അപ്പോൾ ഇത് തെറ്റും. നിങ്ങളുടെ ബെഞ്ച് മാർക്ക് കോർപ്പസ് വേറെ ആയിരിക്കും, നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ അതിനേക്കാൾ ചെറിയ തുകയായിരിക്കും. ഇനി ചില ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം ഞാൻ കൊച്ചിൻ നേവൽ ബേസിൽ പോയപ്പോഴാണ്, അവിടെ ചിലപ്പോഴൊന്നും നേവൽ ബേസുകാർ ഫണ്ടേ ഇടാറില്ല. ഇപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ
എന്താണ് പാർവതി മില്ല്, ഇവിടെ കൊല്ലത്ത് തിരുവനന്തപുരത്തുണ്ടല്ലോ 1-2 മില്ലുകൾ, വിജയമോഹിനി മില്ല്. ഇപ്പോൾ ഈ വിജയമോഹിനി മില്ലൊക്കെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ വലിയ നഷ്ടത്തിലാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാറില്ല, ഇൻഡിവിജ്വൽ കോർപ്പസിനകത്തുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അടക്കാറില്ല. അപ്പം അങ്ങനെ നിങ്ങളുടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അടക്കാതിരിക്കുകയോ ഇനി നിങ്ങളുടെ DDO നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അടക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് കുറവായിരിക്കും. പക്ഷേ നിങ്ങളുടെ ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്തായിരിക്കും, ആ സങ്കല്പ അതിനോട് ഈക്വൽ ആവണം എപ്പോഴും കൃത്യമായി പെൻഷൻ കിട്ടാൻ. അപ്പോൾ ബെഞ്ച് മാർക്ക് കോർപ്പസ് കണക്കാക്കുക എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ എംപ്ലോയറുടെയും ബോത്ത് കോൺട്രിബ്യൂഷൻ എല്ലാ മാസവും ടൈംലി ആയിട്ട് എന്ത് ചെയ്യണം. എത്ര ക്വാളിഫയിങ് സർവീസ് ഉണ്ടോ, നിങ്ങൾക്ക് 350 മാസം ഉണ്ടെങ്കിൽ 350 എംപ്ലോയർ കോൺട്രിബ്യൂഷനും 350 എംപ്ലോയി കോൺട്രിബ്യൂഷനും ആ മാസം തന്നെ, കാരണം ആ മാസത്തെ NAV-യിൽ ക്രെഡിറ്റ് ചെയ്യുക, ആ മാസത്തെ ആദ്യത്തെ കലണ്ടർ ഐഡിയലി ആദ്യത്തെ വർക്കിംഗ് ഡേ തന്നെ എന്ത് ചെയ്തിരിക്കണം, നിക്ഷേപിച്ചിരിക്കണം. ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് പലതരത്തിൽ. ഇപ്പം ഇവിടെ ഈ ഡിഫോൾട്ട് പാറ്റേൺ അല്ലാതെ നിക്ഷേപിച്ച ആളുകളുണ്ടോ? ആക്റ്റീവ് ചോയ്സിലോട്ട് മാറ്റിയിട്ട് കുറേ ആൾക്കാരുണ്ട്. മോഡറേറ്റ് ഏതിലാ? മോഡറേറ്റ് HDFC 50-50 ഏതിലാ? മോഡറേറ്റിൽ. ഓക്കെ. അപ്പോൾ ഇത്രയും ആളുകളിൽ 2 ആളുകളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ സാമാന്യ വിവരമുള്ള ആളുകൾ വളരെ കുറവാണെന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം പൊതുവേ ഈ പ്രോ മാർക്കറ്റ് ആളുകൾ പറയുന്നത് NPS-ന്റെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് കിടക്കുന്നത് UTI, SBI, LIC-യിലാണ് 33-32. അതിൻ്റെ ഒരു ലോങ് ടേം പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് കോവിഡ് വന്നുകൊണ്ട് ഇപ്പം അതിങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് പിടിച്ചൊരു 10.3-ലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊട്ടാക്കിനെ പോലെയൊക്കെയുള്ള ചിലർ, അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കുമ്പം HDFC-യുടെ മോഡറേറ്റ് പ്ലാനൊക്കെ ഒരു 14% വരെയൊക്കെ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോർ ദാൻ 14 ഉണ്ടോ? ഇല്ല, 13.5 ആ റേഞ്ച് ആയിരിക്കും. ഓക്കെ. അപ്പം അതായത് ഇവർ രണ്ടുപേരും ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ ഡിഫോൾട്ട് പാറ്റേണിലല്ല ഇട്ടിരിക്കുന്നത്. അവരിട്ടിരിക്കുന്നത് കുറച്ചുകൂടി ആക്റ്റീവ്, മോഡറേറ്റ്, കുറച്ചുകൂടി ഫണ്ട് എക്സ്പോഷർ ഉള്ള സംഗതികൾ. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ നിങ്ങളുടെ തുക, നിങ്ങളുടെ 10% ഗവൺമെൻറ് തന്നിരിക്കുന്ന എംപ്ലോയർ കോൺട്രിബ്യൂഷനും 14%, ഈ 10% UPS-ൽ ഈ 20% നിങ്ങൾ ഡിഫോൾട്ട് പാറ്റേണിൽ തന്നെ നിക്ഷേപിക്കുകയായിരുന്നെങ്കിൽ, അതാണ് കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 1 എല്ലാ മാസവും 2 പേരുടെയും നിക്ഷേപം വരുന്നു. കണ്ടീഷൻ നമ്പർ 2 അത് ഡിഫോൾട്ട് പാറ്റേണിൽ തന്നെ നിക്ഷേപിക്കുന്നു. ഇനി മൂന്നാമത്തത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിൽ 3 പ്രാവശ്യം എന്ത് ചെയ്യാം, NPS-ന്റെ കോർപ്പസിൽ നിന്ന്, നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ നിന്ന് 25% വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത ആൾക്കാരുണ്ടോ അവിടെ? അതും ഇല്ല, പൈസയ്ക്കൊന്നും ഒരു ആവശ്യമില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്താൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് എന്താവും? നിങ്ങളുടെ ബെഞ്ച് മാർക്ക് കോർപ്പസിനേക്കാളും. അപ്പം വിഡ്രോ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ ഉണ്ടാകേണ്ടിയിരുന്ന തുകയാണ് ബെഞ്ച് മാർക്ക് കോർപ്പസ്. ക്ലിയർ? അപ്പോൾ മനസ്സിലായല്ലോ. അതായത് എംപ്ലോയർ കോൺട്രിബ്യൂഷനും എംപ്ലോയി കോൺട്രിബ്യൂഷനും എല്ലാ മന്തിലും തെറ്റില്ലാതെ കൃത്യമായി അടക്കുകയും ആ അടച്ച തുക ഡിഫോൾട്ട് പാറ്റേണിൽ തന്നെ നിക്ഷേപിക്കുകയും നിങ്ങൾ പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോർപ്പസിൽ ഉണ്ടാകേണ്ട തുക ആണ് ബെഞ്ച് മാർക്ക് കോർപ്പസ്. ഇൻഡിവിജ്വൽ കോർപ്പസിൽ നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഇട്ടിരിക്കുന്ന തുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 3 മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ഒരു ഇനി ഞാൻ കാൽക്കുലേഷൻസിലോട്ട് വരുന്നതിന് മുമ്പ് UPS-നകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, UPS-ൽ ഗ്രാറ്റുവിറ്റി കിട്ടും. UPS-ൽ നിങ്ങൾക്ക് ലംസം വിഡ്രോവൽ എടുക്കാം. 60% up to 60% ഓഫ് യുവർ ടോട്ടൽ കോർപ്പസ് നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെ എടുക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് UPS-ൽ ലംസം പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ഈ ലംസം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? UPS സബ്സ്ക്രൈബർ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ലംസം പേയ്മെൻറ്റ് ഈക്വാലന്റ് ടു 1/10 ഓഫ് ലാസ്റ്റ് ഡ്രോൺ ബേസിക് പേ ആൻഡ് ഡിയർനെസ് അലവൻസ്. നിങ്ങൾ അവസാനം വാങ്ങിയിട്ടുള്ള ബേസിക് പേ ആൻഡ് ഡിയർനെസ് അലവൻസിൻ്റെ 10/1 എടുക്കും. അതിനെന്ത് ചെയ്യും? നിങ്ങളുടെ സർവീസിൽ എത്ര 6 months ഉണ്ട് നോക്കും, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ തുകയാണ് നിങ്ങൾക്ക് ലംസം പേയ്മെൻറ്റ്, UPS-ലുള്ള ഒരാൾക്ക് ലംസം പേയ്മെൻ്റ് ആയിട്ട് കിട്ടുക. അതായത് ബേസിക് പേയും നിങ്ങളുടെ റിട്ടയർ ചെയ്യുന്ന സമയത്തെ ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസിൻ്റെ 1/10 എടുക്കും, 10/1 എടുക്കും. അതിനെ നിങ്ങൾക്ക് 10 വർഷം സർവീസുള്ള ഒരാൾക്ക് അതിനെ 20 കൊണ്ട് ഗുണിക്കും. അതായത് 10 വർഷത്തിൽ 6 മാസമാണല്ലോ, കംപ്ലീറ്റഡ് 6 months.
ഇപ്പോൾ 10 വർഷമോ 3 മാസമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എടുക്കുള്ളൂ? 20 എണ്ണ എടുക്കുള്ളൂ. അങ്ങനെ കംപ്ലീറ്റഡ് 6 മന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരാളെ സാമ്പിളായിട്ട് എടുത്തിരിക്കുക. അയാൾക്ക് 45,000 രൂപയാണ് അയാളുടെ ബേസിക് എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഒരു 55% DA ഉള്ളപ്പോൾ 24,750 DA. അപ്പോൾ അയാളുടെ ടോട്ടൽ ബേസിക് പ്ലസ് DA എന്ന് പറയുന്നത് 69,750. അതിൻ്റെ 1/10 എടുക്കും. അപ്പം 6975 ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? നമ്പർ ഓഫ് 6 മന്ത്ലി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അയാൾ 10 വർഷം, അതായത് 120 മാസമാണ് സർവീസ് എങ്കിൽ 20 ഇൻറ്റു 6975, അത് 1,39,500 ഉണ്ടാവും. അയാൾക്കൊരു 15 ഇയേഴ്സ് സർവീസ് ഉണ്ടെങ്കിൽ അതായത് 180 മന്ത്സ് ആണല്ലോ. അപ്പോൾ അയാൾക്ക് 36 മന്ത്സ് ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് 30 ഇൻറ്റു 6975 2,09,250. 40 ഇയർ സർവീസുള്ള ഒരാൾക്ക് 2,79,000 രൂപ കിട്ടും ലംസം പേയ്മെൻറ്റ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ടൈം ഓഫ് സൂപ്പർ ആനുവേഷനാണ്. ഇതിനകത്ത് നിങ്ങളെ തല വേറൊന്നുകൂടെ വർക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് 40 വർഷം സർവീസുള്ള ഇന്ന് 45,000 രൂപ ബേസ്, അന്ന് ബേസ് ആ സമയത്ത് 45,000 രൂപയാണ് അയാളുടെ ബേസിക്കും 24,750 രൂപ ഇന്നത്തെ കണക്കിന് DA ഉള്ള ഒരാൾ. അപ്പോൾ ഇപ്പോഴത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴത്തെ വെക്കുന്നത്. ഇപ്പോൾ അയാൾ റിട്ടയർ ചെയ്യാണ് 40 ഇയേഴ്സ് സർവീസിന് ശേഷം എന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത് 2,40,000. വർഷം സർവീസ് ആണെങ്കിൽ 20 വർഷം സർവീസ് ആണെങ്കിൽ 2,79,000. 35 വർഷം സർവീസ് ആണെങ്കിൽ 4,88,250 രൂപ. ഇതാണ് ഒരു 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 ഡിഫറൻസ്. ഏത് NPS ഇല്ലാത്ത ഒരു ബെനിഫിറ്റ് ഇത് UPS നിങ്ങൾക്കൊരു ലംസം പേയ്മെന്റ് കിട്ടും. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫോർ എവറി എന്താണ് പറയുക, 10 വർഷത്തെ സർവീസിന് 2 മാസത്തെ ശമ്പളം കിട്ടും. ഇപ്പോൾ വാങ്ങിച്ചു. ഇപ്പോൾ 30 വർഷം സർവീസുള്ള ആൾക്ക് 6 മാസത്തെ ശമ്പളം കിട്ടും ലംസം പേയ്മെന്റ് ആയിട്ട്. അതാണ് ഒരു ബെനിഫിറ്റ് UPS. ഇനി നമ്മൾ UPS പ്രധാനപ്പെട്ട UPSന്റെ നേട്ടം എന്താണ്? പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് നിർവചിക്കപ്പെട്ട ഒരു പെൻഷൻ ലഭിക്കും, ഒരു അഷ്വേർഡ് പേ ഔട്ട് ലഭിക്കും. അപ്പോൾ അഷ്വേർഡ് പേ ഔട്ട് എന്ന് പറയുന്നത് എന്താ? അത് ഈ സബ്സ്ക്രൈബർക്കാണെങ്കിൽ അയാളുടെ റിട്ടയർമെൻറ്റിന് ശേഷം 60 വയസ്സിന് ശേഷവും, ഇനി അതല്ല അയാളുടെ ഫാമിലിക്ക്, ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇൻ ദ കേസ് ഓഫ് UPS, ഫാമിലി ഈസ് ഡിഫൈൻഡ് ആസ് യുവർ ലീഗലി വെഡഡ് സ്പൗസ്. വേറെ ആരും നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് UPS ഇപ്പോൾ ഓൾഡ് പെൻഷൻ സ്കീമിനകത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംബ്രല്ല ടേമാണ്. അതിനകത്ത് നിങ്ങളുടെ മക്കൾ വരും, നിങ്ങളുടെ പാരൻസ് വരും, ഭാര്യ ഇല്ലെങ്കിൽ നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ പാരൻസ് വരും, നിങ്ങളുടെ മക്കൾ വരും. ഇവർക്കൊക്കെ നിങ്ങളെ ഫാമിലി പെൻഷൻ കിട്ടും. പക്ഷേ UPSനകത്ത് നിങ്ങൾ ലീഗലി വെഡഡ്, നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ള ജീവിത പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമേ UPSന്റെ അഷ്വേർഡ് പേ ഔട്ട് കിട്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അഷ്വേർഡ് പേ ഔട്ടിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 25 വർഷത്തെ സർവീസ് ഉള്ള ആൾക്ക് മാത്രമാണ് അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതി, അവസാന 12 മാസത്തെ, അങ്ങനെയാണ്, അവസാനത്തെ 12 മാസത്തെ ബേസിക് പേയുടെ ആവറേജ്, അതിൻ്റെ പകുതി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സർവീസ് വേണം? നിങ്ങൾക്ക് 300 മാസത്തെ സർവീസ് വേണം. അപ്പോൾ അഷ്വേർഡ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് P ഇൻറ്റു Q/300 ആണ്. ഈ Q/300 Q എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഓഫ് മന്ത്സ് ഓഫ് ക്വാളിഫയിങ് സർവീസാണ്. മിനിമം 300 മാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്കിൻ്റെ അവസാനത്തെ 12 മാസത്തെ, അതും അങ്ങനെയാണ് കേട്ടോ. ഓൾഡ് പെൻഷൻ സ്കീമിൽ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ലാസ്റ്റ് ബേസിക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ 10 മാസത്തെ ബേസിക്കിൽ ഏതാണോ വലുത് അതിൻ്റെയൊക്കെ എടുക്കായിരുന്നു. ഇതിലങ്ങനെയല്ല, നിങ്ങളുടെ ലാസ്റ്റ് 12 മാസത്തെ ആവറേജ് ബേസിക് പേ അതിൻ്റെ പകുതിയാണ് നിങ്ങൾക്ക്, അതിൻ്റെ പകുതി പ്ലസ് DA ആണ് കിട്ടുക. അതായത് 25 വർഷം മതി നിങ്ങൾക്ക്, 25 വർഷത്തെ സർവീസ്. അപ്പോൾ നിങ്ങൾക്കും Q ഒരു 450 ആണെന്ന് വെച്ചോളൂ. 450 മാസത്തെ സർവീസിൻ്റെ എന്ന് വിചാരിച്ചിട്ട് ഈ ഹാഫ് ഓഫ് Pന് 400/300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹാഫ് ഓഫ് Pൻ്റെ 1.5 ഇരട്ടി പെൻഷൻ ഒന്നും തരാൻ പോകുന്നില്ല. മാക്സിമം Q ഈസ് ലിമിറ്റഡ് ആസ് 300. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ എത്ര സർവീസ് ഉണ്ടെങ്കിലും Q 300 മാസം മാത്രമായിട്ടാണ് കണക്കിലെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് 120 കുറവാണെങ്കിലോ പെൻഷൻ തീരെ കിട്ടില്ല, UPS കിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് 300-നും 120-നും ഇടക്കാണെങ്കിലോ ആപേക്ഷികമായിട്ടുള്ള പ്രോറാറ്റ
അഷ്വേർഡ് പേ ഔട്ടാണ് കിട്ടുക. അതെന്തുകൊണ്ടാണ്? Q/300 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 150 months ആണ് സർവീസ് ഉള്ളതെങ്കിൽ Q/300 150/300 ആവും. അപ്പം നിങ്ങളുടെ ഹാഫ് ഓഫ് പിയുടെ ഹാഫേ കിട്ടുള്ളൂ. ക്ലിയർ? ഓക്കെ. ഇതിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനിപ്പോൾ പറയുന്നത് അഷ്വേർഡ് പേ ഔട്ട് എന്നാണ്. അതും ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആഗസ്റ്റ് മാസത്തിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ അതിൻ്റെ ആ ചർച്ച കേന്ദ്ര 8 നേതാക്കളെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്കഷനൊക്കെ നടത്തിയിട്ടാണല്ലോ UPS പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ പത്രക്കുറിപ്പ് ഇപ്പോഴും അവൈലബിൾ ആണ്. അത് നമ്മുടെ PTI ഇറക്കിയിട്ടുള്ളത്. ആ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എൻ അഷ്വേർഡ് പെൻഷൻ സ്കീം ഷാൽ ബി റോൾഡ് ഔട്ട് ഫോർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 2025 ജനുവരി മാസത്തിൽ വന്നിട്ടുള്ള ഇതിൻ്റെ ആദ്യത്തെ ഗസറ്റിൽ എന്താ പറയുന്നത്? പെൻഷൻ എന്നുള്ള വാക്കേ ഇല്ല. അഷ്വേർഡ് പേ ഔട്ട് എന്നാണ് പറയുന്നത്, ഫാമിലി പേ ഔട്ട് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ പെൻഷൻ എന്നുള്ളതിന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് സുപ്രീം കോടതി വരെ ഡിബേറ്റ് ചെയ്തിട്ടുള്ള, അത് നിങ്ങളുടെ മാറ്റിവെക്കപ്പെട്ട ശമ്പളമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളതാ. അപ്പോൾ നിങ്ങൾക്ക് 50% ഒന്നും ചോദിക്കാതെ തരേണ്ടി വരും. അതുകൊണ്ടാണ് ആ റൂൾ 10 എന്ന് പറയുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ കോഡിലാണ് പേ ഔട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് യു ആർ ഇൻവെസ്റ്റിംഗ് സം എമൗണ്ട് ടു സംവർ ആൻഡ് യു ആർ ഗെറ്റിംഗ് സം എമൗണ്ട് ആസ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് ദി എമൗണ്ട് യു ഇൻവെസ്റ്റഡ്. അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് പറയുക റൂൾ 10. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? പെൻഷൻ അല്ല. ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പേ ഔട്ടാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ റൂൾ 10 അനുസരിച്ചിട്ടുള്ള പേ ഔട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ പേ ഔട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഓഫ് പി ഇൻറ്റു Q/300, വെർ Q ഷാൾ ബി മാക്സിമം അത് 300 ആയിട്ടേ എടുക്കുള്ളൂ. 120 താഴെയാണെങ്കിൽ കിട്ടില്ല. നിങ്ങളുടെ സർവീസ് 10 വർഷത്തിനും 25-നും ഇടയ്ക്കാണെങ്കിൽ പ്രോറാറ്റ ആപേക്ഷികമായിട്ട് നിങ്ങളുടെ പെൻഷൻ അതിനനുസരിച്ചിട്ട് കുറയും. ഇതിലൊരു അട്രാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. അതെന്താണ് ആ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇതിനൊരു മിനിമം ഗ്യാരണ്ടീഡ് പെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറിയ പോസ്റ്റ് ഇപ്പം 1800 ഗ്രേഡ് പേ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ 10 വർഷം സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പം നിലവിൽ NPS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1110 അങ്ങനെ 4% ഒക്കെയാണ് SBI ഒക്കെ ആനുവിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് വളരെ ചെറിയ തുകയാണ് കിട്ടുക. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു പണിയില്ലാത്തവർക്ക് കേരള ഗവൺമെൻറ് പെൻഷൻ കൊടുക്കില്ലേ? വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, മറ്റേ വയോജന പെൻഷൻ, അതുപോലും 1000 സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്ന് വിളിക്കുന്നത് 1600 രൂപ എന്തോ ആണ്. അപ്പോഴാണ് ഈ കേന്ദ്ര സർക്കാർ പെൻഷനറായിരിക്കുന്ന ആളുകൾക്ക് 947 പാൻഡോപ്രസോൾ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. എല്ലാ മനുഷ്യന്മാരും 60 വയസ്സ് കഴിഞ്ഞാൽ കഴിക്കും, ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട്. അതിന് പോലും ഒരു മാസം മേടിക്കണമെങ്കിൽ ഒരു ടാബ്ലറ്റിന് 24 രൂപയൊക്കെ ഉണ്ട്, നല്ല ബ്രാൻഡ്. അതുപോലും മേടിക്കാനുള്ള പെൻഷൻ കിട്ടില്ല. അപ്പോൾ അത് പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട UPSൻ്റെ നേട്ടം. അത് മിനിമം ഗ്യാരണ്ടീഡ് പേ ഔട്ട് ഉണ്ട്. അത് 10,000 rupees-ആണ്. ഇനി വളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെയാണ് ഇതിനകത്ത്. അത് 25 വർഷമാണ് ഇതേപോലെ ഫുൾ പെൻഷൻ കിട്ടാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളണ്ടറി VRS നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 25 years സർവീസ് വേണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ? നിങ്ങൾക്ക് 20 വർഷം ഉണ്ടെങ്കിലും VRS എടുക്കാം UPS-ൽ. അതിപ്പോൾ ഏറ്റവും പുതിയ സെപ്റ്റംബർ 2-ാം തീയതി വന്ന അപ്ഡേഷനാണ്. അതിലവർ പറയുന്നത് നിങ്ങൾക്ക് 20 വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്താലും യു ആർ എലിജിബിൾ ഫോർ VRS പ്രൊവൈഡഡ് 20 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? നിങ്ങൾക്ക് 80% കിട്ടുള്ളൂ. നിങ്ങളുടെ അവസാനം വാങ്ങിച്ച 12 മാസത്തെ ബേസിക്കിൻ്റെ ആവറേജിൻ്റെ 80%, അതായത് 40% എന്ന് പറയാം. ഇനി 21 ആണെങ്കിൽ അതിനനുസരിച്ച് 84, 22 വർഷമാണെങ്കിൽ 22 × 4 88, 23 വർഷമാണെങ്കിൽ 23 × 4, അങ്ങനെ പ്രോ റാറ്റ ആയിട്ട് കിട്ടും. പക്ഷെ മുഴുവൻ പെൻഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ VRS എടുക്കണമെങ്കിൽ 25 വർഷത്തെ സർവീസിന് ശേഷമേ VRS എടുക്കാൻ പറ്റുള്ളൂ. ഓൾഡ് പെൻഷൻ സ്കീമിലൊക്കെ എങ്ങനെയായിരുന്നു? 20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് VRS എടുക്കാമെന്ന് മാത്രമല്ല, നിങ്ങൾ 2025 സെപ്റ്റംബർ മാസമാണ് VRS എടുക്കുന്നതെങ്കിൽ ഒക്ടോബർ തൊട്ട് പെൻഷൻ കിട്ടും. UPS-ലോ? UPS-ൽ യുവർ പെൻഷൻ ഷാൽ കമൻസ് ഫ്രം യുവർ ആക്ച്വൽ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനീ 2024 ഓഗസ്റ്റ് 19 നിങ്ങൾക്കൊരു പഴയ പെൻഷൻ പദ്ധതി പോലത്തെ പെൻഷൻ പദ്ധതി വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഏതാണ്ട് ഒരു 5-6 വർഷം 7 വർഷമൊക്കെ തികച്ച് 25 ആക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ പരിപാടി 20 വർഷം നമുക്ക് അവസാനിപ്പിച്ച് നമുക്കിഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ ഉണ്ട്, അങ്ങനെ നമുക്ക് പെൻഷൻ കിട്ടുമല്ലോ പിറ്റേ മാസം തൊട്ട്.
നമുക്ക് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഈ ഇടുത്തി പോലെ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനകത്ത് എന്താ പറയുന്നത്, നിങ്ങൾ 45-ാമത്തെ വയസ്സിൽ UPSൽ ചേർന്നിട്ട് 25 വർഷത്തെയോ 20 വർഷത്തെയോ സർവീസിന് ശേഷം VRS എടുത്താലും യുവർ പെൻഷൻ ഷാൾ കമൻസ് ഫ്രം യുവർ പേ ഔട്ട് ഷാൾ കമൻസ് ഫ്രം യുവർ ആക്ച്വൽ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ. നിങ്ങൾക്ക് 60 വയസ്സായാലേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ. 45 വയസ്സിൽ നിങ്ങൾ VRS എടുത്ത് 60 വയസ്സ് വരെ തെക്ക് വടക്ക് നടക്കണം. ഒരു പൈസ നിങ്ങൾക്ക് കിട്ടൂല. 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് അവർ ഈ പറഞ്ഞ നിങ്ങൾ നിർത്തിപ്പോയ ബേസിക് ഉണ്ടല്ലോ നിങ്ങളുടെ, അതിൻ്റെ 50% തരും. 25 വർഷം ഉണ്ടെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ, 20 വർഷമാണെങ്കിൽ 40% തരും. ക്ലിയർ? അപ്പോൾ VRS എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറയാം, ദിസ് ഈസ് നോട്ട് ദ ബസ് ഫോർ യു. ഈ ബസ്സിൽ നിങ്ങൾ കയറാൻ പാടില്ല. കാരണം NPS ഈസ് ബെറ്റർ. എന്തുകൊണ്ടാണ്? NPS ആണ് നിങ്ങൾ VRS 20 വർഷത്തിന് ശേഷം എടുക്കുന്നെങ്കിൽ അവർ കുറച്ചുകൂടി ഡീസൻ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 20% ലംസം കയ്യിൽ തരും, 80% ഇഷ്ടമുള്ള ആന്വിറ്റിയിൽ ഇട്ടിട്ട് പിറ്റേ മാസം തൊട്ട് 10,000 എങ്കിൽ 10,000 കിട്ടുന്ന കാശ് മേടിച്ചോളാൻ പറയും. ഈ VRS എടുത്ത ഒരു ലക്ക് ഈ പുതിയ അപ്ഡേഷനിലുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ VRS എടുത്തു, 46-ാമത്തെ വയസ്സിൽ VRS എടുത്തു, 48-ാമത്തെ വയസ്സിൽ നിങ്ങൾ തട്ടിപ്പോയി. ഇപ്പോൾ യുവാക്കളൊക്കെ കുഴഞ്ഞു വീണിരിക്കുന്ന സീസണാണല്ലോ. പക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് പിറ്റേ മാസം തൊട്ട് പെൻഷൻ കിട്ടും, നിങ്ങളുടെ ഭർത്താവിന് പിറ്റേ മാസം തൊട്ട് പെൻഷൻ കിട്ടും. അത് ഫാമിലി പെൻഷൻ ഷാൾ സ്റ്റാർട്ട് ഫ്രം ദ ഡിമൈസ് ഓഫ് ദി ആക്ച്വൽ സബ്സ്ക്രൈബർ. അപ്പോൾ അതൊരു പോസിറ്റീവ് കാര്യമാണ്. പ്രൊവൈഡഡ് ഇയാളെ കൊലപ്പെടുത്തി എന്ന് പരാതി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പെൻഷൻ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ഈ പുതിയ അപ്ഡേഷനാണ്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫാമിലിക്ക് എത്രയാണ് കിട്ടുക? ഫാമിലിക്ക് ആക്ച്വൽ സബ്സ്ക്രൈബർക്ക് കിട്ടേണ്ടിയിരുന്നതിൻ്റെ 60% കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് 30,000 രൂപയാണെങ്കിൽ അതിൻ്റെ 60% കിട്ടുള്ളൂ. 18,000 രൂപയെ പ്ലസ് DA ആണ് വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് കിട്ടുക. ഇതെങ്ങനെയായിരുന്നു ഓൾഡ് പെൻഷൻ സ്കീമിൽ? നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 50% സ്പൗസിന് കിട്ടുമായിരുന്നു 10 വർഷത്തേക്ക്. അത് ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കും. പിന്നെയാണ് 30% ആക്കുന്നത്. ക്ലിയർ? ഇനി പ്രപ്പോർഷണേറ്റ് പേ ഔട്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇൻഡിവിജ്വൽ കോർപ്പസും ബെഞ്ച് മാർക്ക് കോർപ്പസും വ്യത്യാസപ്പെടാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഏതെങ്കിലും കോൺട്രിബ്യൂഷൻ കുറയുക, അല്ലെങ്കിൽ ക്വാളിഫയിങ് സർവീസ് 10 വർഷത്തിൽ കൂടുതലാണ് എന്നാൽ 25 വർഷത്തിൽ കുറവാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഫുൾ പെൻഷൻ കിട്ടില്ല, അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള പെൻഷനേ കിട്ടുള്ളൂ. അതിൻ്റെ ഇത് നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലംസം വിഡ്രോവലാണ്. NPSലെ പോലെ തന്നെ UPSലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിലെ 60% അറ്റ് ദ ടൈം ഓഫ് സൂപ്പർ ആനുവേഷൻ ഓർ VRS നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിൻവലിക്കാം. 60% നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ 60% നിങ്ങൾ എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഷ്വേർഡ് പേ ഔട്ട് ഇൻറ്റു IC/BC. ഇപ്പം നിങ്ങൾ അഷ്വേർഡ് പേ ഔട്ട് ഉണ്ടല്ലോ, അത് IC/BC ഇൻഡിവിജ്വൽ കോർപ്പസിലുള്ളതും ബെഞ്ച് മാർക്ക് കോർപ്പസിലുള്ളതും തുല്യമായ തുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക്കിൻ്റെ പകുതി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഡിഫോൾട്ട് പാറ്റേണിലാണ് എല്ലാ എംപ്ലോയി കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പാർഷ്യൽ വിഡ്രോവലും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്കിൻ്റെ പകുതിയും DAയും തന്നെ കിട്ടും. അവസാന 10-12 മാസത്തെ ശമ്പളത്തിൻ്റെ പകുതിയും DAയും തന്നെ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ 60% പിൻവലിച്ചാൽ വീണ്ടും ഒരു ഇക്വേഷൻ, 1 - ഫൈനൽ വിഡ്രോവൽ പെർസെൻറ്റേജ് എന്നൊരു ഇക്വേഷൻ കൂടെ വരും. അതായത് നിങ്ങൾ 60% പിൻവലിച്ചാൽ 1 - 60/100. അപ്പം നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ 40% കിട്ടുള്ളൂ അഷ്വേർഡ് പേ ഔട്ടായിട്ട്. ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് പറയാം. ഫാമിലി പേ ഔട്ട് 60%. നമുക്ക് കുറച്ചൊരു മോഡൽ കാൽക്കുലേഷനിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം നേരത്തെ പറഞ്ഞ ആൾ തന്നെ, അയാൾക്ക് 45,000 ആണ്, 25 years സർവീസ് ഉണ്ടെങ്കിൽ അയാളുടെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു തുകയാക്കി കണക്കാക്കുക. അത് നാവിലാണ്, യൂണിറ്റ്സിലാണ് കണക്കാക്കുക. അയാളുടെ ബെഞ്ച് മാർക്ക് കോർപ്പസിലും 50,000 ആണ്, അയാളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിലും 50 ലക്ഷം എന്ന് വിചാരിക്കുക. രണ്ടും 50 lakh. കാരണം അയാൾ പൈസയൊന്നും എടുത്തിട്ടില്ല, അയാളുടെ എംപ്ലോയറും ഇട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് അയാളും ഇട്ടിട്ടുണ്ട്, പിന്നെ ഡിഫോൾട്ടിലാണ് നിക്ഷേപിച്ചത്. അപ്പം നാച്ചുറലി ICയും BCയും ഒന്നായിരിക്കും. ക്ലിയർ? രണ്ടും 50 lakh ആയിരിക്കും. അങ്ങനെയുള്ളൊരു കേസിൽ അയാളുടെ അഡ്മിസിബിൾ പേ ഔട്ട്, അയാൾക്ക് എത്ര പെൻഷൻ കിട്ടാൻ പോകുന്നത്? P/2 ഇൻറ്റു Q/300 ഇൻറ്റു IC/BC ഇൻറ്റു 1 - ഫൈനൽ വിഡ്രോവൽ പെർസെൻറ്റേജ്. ഇവിടെ അയാൾ ഫൈനൽ വിഡ്രോവൽ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെയാകുമ്പം 45,000/2
ഇൻറ്റു 300/300 ഇൻറ്റു 50 lakh/50 lakh. അപ്പം ആ ഒരു IC/BC 1 ആയി, Q/300 അയാൾക്ക് 25 years സർവീസ് ഉള്ളതുകൊണ്ട് 300/300 അതും 1 ആയി. 1 × 1 × 45,000/2 എന്ന് പറയുമ്പോൾ 22,500 പ്ലസ് അപ്ലിക്കബിൾ DR അയാൾക്ക് കിട്ടും. ക്ലിയർ? ഒരു ആക്ച്വൽ കേസ് എന്താണ് പറയുക, എല്ലാം കൊണ്ടും തികഞ്ഞ ഉദാഹരണം എന്ന് പറയില്ല. അയാൾക്ക് 25 വർഷം സർവീസ് ഉണ്ട്, അയാൾ വേറെ എവിടെയും നിക്ഷേപം മാറ്റിയിട്ടില്ല, റിസ്ക് എടുത്തിട്ടില്ല, മാർക്കറ്റ് പൊളിയുമ്പോൾ താഴെ പോകുന്ന ഫണ്ടുകളിലൊന്നും നിക്ഷേപിച്ചിട്ടില്ല, ഡിഫോൾട്ടിലൊന്നും അയാൾ പാർഷ്യൽ വിഡ്രോവലൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു കേസിൽ IC-യും BC-യും സെയിം ആണ്. അയാൾക്ക് ക്വാളിഫയിങ് സർവീസ് 300 months ഉണ്ട്. അപ്പം അയാളുടെ 12 months സാലറിയുടെ പകുതി എന്ന് പറയുന്ന 45,000 12 months ആവറേജ് എങ്കിൽ അതിൻ്റെ പകുതി 22,500 പ്ലസ് അപ്ലിക്കബിൾ DR തന്നെ അയാൾക്ക് പെൻഷനായിട്ട് കിട്ടും. ഇനിയൊരു വേറെ സെനേറിയോ, ഇയാൾക്ക് 15 വർഷത്തെ സർവീസേ ഉള്ളൂ, പക്ഷേ ഇയാൾ പാർഷ്യൽ വിഡ്രോവലും നടത്തിയിട്ടില്ല, കോൺട്രിബ്യൂഷനൊക്കെ കറക്റ്റ് ടൈംലി ആണെങ്കിൽ ഇയാൾക്ക് Q എന്ന് പറയുന്നത് 15 × 12 180/300 ഇൻറ്റു 30 lakh/30 lakh വരും. അപ്പം നേരത്തെ 22,500 പ്ലസ് DR ആണ് 25 years ഉള്ള ആൾക്ക് കിട്ടുന്നതെങ്കിൽ ഈ ആൾക്ക് 15 വർഷം സർവീസ് ആയതുകൊണ്ട് ഇയാൾക്ക് എത്ര കിട്ടുള്ളൂ? 13,500 പ്ലസ് DR കിട്ടുള്ളൂ. കാരണം അയാളുടെ പ്രോ റാറ്റ സർവീസ് കുറവായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് UPS-ലെ പേ ഔട്ടും കുറയും. ഇനി ഇയാൾക്ക് 10 വർഷമേ ഉള്ളൂ എന്ന് വെച്ചോളൂ. അപ്പോൾ അയാളുടെ ബേസിക് ഇതേ 45 തന്നെയാണ്, 10 വർഷത്തെ സർവീസേ ഉള്ളൂ, 120 months. അപ്പോൾ അയാൾക്ക് അയാൾ പക്ഷേ പൈസയൊന്നും പിൻവലിച്ചിട്ടില്ല, എല്ലാ കോൺട്രിബ്യൂഷനും കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 45,000/2 ഇൻറ്റു 120 months 10 years എന്ന് പറയുമ്പോൾ 120/300 ഇൻറ്റു 30 lakh/30 lakh. അപ്പം 9,000 ആണ് അയാളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പെൻഷൻ വരിക. പക്ഷേ UPS അനുസരിച്ചിട്ട് മിനിമം എന്തുണ്ട്? 10,000 പ്ലസ് DA കൊടുക്കണം. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും, 9,000 10,000 ആക്കും, പ്ലസ് DAയും കൊടുക്കും. ഇനിയിപ്പോൾ ഇതേ മനുഷ്യൻ എൻ്റെ കൂടെയുള്ള ഒരാൾ, പക്ഷേ അയാളുടെ മോളുടെ കല്യാണത്തിന് 2 ലക്ഷം പിൻവലിച്ചു എന്ന് വെച്ചോളൂ, അവസാനം സർവീസിന് 1 വർഷം മുമ്പ്. അങ്ങനെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇയാൾ പിൻവലിച്ചത് കൊണ്ട് ഇയാളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ 25 ലക്ഷം ഉള്ളൂ. പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ അതിപ്പോൾ 30 ലക്ഷം ആവേണ്ടതായിരുന്നു. അപ്പം 45,000/2 ഇൻറ്റു 120/300 ഇൻറ്റു 22/25 22 lakh/25 lakh. അപ്പം അങ്ങനെ വരുമ്പോൾ 8,800 കിട്ടുള്ളൂ. നേരത്തെ 9,000 മറ്റേ ആൾക്ക് വന്ന് 10,000 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇത് എന്ത് ചെയ്യില്ല, ലംസം ഇത് അവർ അപ്ഗ്രേഡ് ചെയ്യില്ല പെൻഷൻ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 10,000 ആണ്. ഭാവിയിൽ സ്വാഭാവികമായിട്ട് ഈ 10,000 ചിലപ്പം കൂടും. ആ സമയത്ത് ആ കൂടിയ മിനിമം പെൻഷൻ അയാൾക്ക് കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അയാൾ ഓൺ ഡിസിഷൻ എടുത്തിട്ടാണ് പാർഷ്യൽ വിഡ്രോവൽ എടുത്തത്. അപ്പോൾ പാർഷ്യൽ വിഡ്രോവൽ എടുത്ത കേസിൽ IC/BC കുറയുന്ന ഘട്ടത്തിൽ ഇഫ് IC/BC ഈസ് ലെസ് ദാൻ 1 he will not be entitled for minimum guaranteed pension. ഇനി NPS-ന്റെ കോൺട്രിബ്യൂഷൻ മിസ്സിംഗ് ക്രെഡിറ്റ്സ് ഉള്ള സ്ഥലം, ഇപ്പം ഞാൻ നേവൽ ബേസിൻ്റെയോ NTC നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെയോ ഒക്കെ പറഞ്ഞ പോലെ അയാൾക്ക് 300 മാസത്തെ സർവീസ് ഉണ്ട്, അയാളുടെ കാശൊക്കെ അയാൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ അയാളുടെ തൊഴിലുടമ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇതും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആപ്പിലെല്ലാം ഈ NPS-ന്റെ ആപ്പ് എല്ലാവരും ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എംപ്ലോയർ മന്ത്ലി കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ DDO നിങ്ങളുടെ PAO ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം. അപ്പോൾ ഈ മിസ്സിംഗ് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കോർപ്പസിൽ 45 ലക്ഷം വന്നിട്ടുള്ളൂ, പക്ഷേ ക്രെഡിറ്റ് കൃത്യമായി പോയിരുന്നെങ്കിൽ 50 lakh ആവേണ്ടതായിരുന്നു. അപ്പോൾ ഈ കേസിലും 22,500 പകരം IC/BC ലെസ് ദാൻ 1 ആയതുകൊണ്ട് 20,250 അങ്ങോട്ട് കിട്ടുള്ളൂ. അയാൾക്ക് സർവീസൊക്കെ മറ്റേ ആളെ പോലെ തന്നെ ഉണ്ട്, പക്ഷേ മിസ്സിംഗ് ക്രെഡിറ്റ്സ് ഉണ്ടാകുമ്പോൾ IC/BC കുറയും. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പെൻഷൻ കുറയാൻ സാധ്യതയുണ്ട്. ഇനി ഒരാൾ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം അവരൊന്നും എടുത്തില്ലെങ്കിലാണ്. ഇനി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർ 60% അപ് ടു 60% ആട്ടോ. നിങ്ങൾക്ക് 60% വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം, 20% മതിയെങ്കിൽ 20 എടുക്കാം, 30% ആണെങ്കിൽ 30 എടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് 3 മാസം മുന്നേ നിങ്ങളുടെ DDO ഒക്കെ എഴുതി കൊടുത്താൽ മതി. അപ്പം 1 - ഫൈനൽ വിഡ്രോവൽ പേഴ്സൺ, ഇപ്പോൾ ഒരാൾ ഇതേ ആള് 60% ഫൈനൽ വിഡ്രോവൽ ചെയ്തു എന്ന് വെച്ചോളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 50 lakhന്റെ 60% എന്ന് പറയുമ്പോൾ എത്ര വരും? 30 ലക്ഷം അയാൾക്ക് കൊടുക്കും ഒറ്റ തവണ തുകയായിട്ട്. പെൻഷൻ പക്ഷേ 22,500 പ്ലസ് DA കിട്ടൂല. എത്ര കിട്ടുള്ളൂ? 1 - ഫൈനൽ വിഡ്രോവൽ, അതായത് 1 - 60/100, അതായത് 0.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 22,500 DAയും DR-ഉം കിട്ടേണ്ടതിന് പകരം അയാൾക്ക് 9,000 രൂപയും DR-ഉം കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ മോഡൽ
ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് പാറ്റേൺ ഓഫ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് UPS സബ്സ്ക്രൈബർക്ക് 2 തരത്തിലുള്ള ചോയ്സസ് ആണ് നമുക്ക് ഇതുള്ളത്. ഒന്ന്, നിങ്ങളുടെ പെൻഷൻ ഫണ്ട് ഏത്, മാനേജർ ഏത് നിങ്ങൾക്ക് ഇയർലി ഒരു പ്രാവശ്യം തീരുമാനിക്കാം. ഇപ്പോൾ ഇവരിപ്പോൾ മാറ്റിയല്ലോ 2 പേര്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ കൊല്ലം എന്ത് ചെയ്യാം, ഓരോ പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. വേണമെങ്കിൽ ഒരു പ്രാവശ്യം മാറ്റാം. ഇനി നിങ്ങളുടെ പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്കീം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇയർലി 2 പ്രാവശ്യവും മാറ്റാം. അത് മാറ്റാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് 100% ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതാണ് നമ്മൾ സ്കീം G എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ LIC, SBI ഇതിൻ്റെയൊക്കെ മുഴുവൻ പൈസയും ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിലും ബോണ്ടിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്ന വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, വലിയ റിസ്ക് ഒന്നും എടുക്കാത്ത, പക്ക ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന സ്കീം G. അത് 100% വലിയ രൂപത്തിലുള്ള വോളറ്റൈൽ സ്വഭാവം ഇല്ലാത്ത സംഗതികളിൽ മാത്രമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മിനിമം ഒരു എക്സ്പോഷർ, അതായത് ഒരു മാക്സിമം ക്യാപ്പ് ചെയ്തിരിക്കുന്നത് 25%, LC25 എന്ന് പറയും. ഒരു കൺസർവേറ്റീവ് ലൈഫ് സൈക്കിൾ ഫണ്ട്, അത് LC25 ഉണ്ട്. ഇനി കുറച്ചുകൂടി ഉള്ള ഒരു മോഡറേറ്റ് ലൈഫ് സൈക്കിൾ ഫണ്ട് ഉണ്ട്, 70 LC50 എന്ന് പറയുന്നത്. ഈ 3 ഓപ്ഷൻസാണ് നമുക്ക് സ്കീം മാറ്റാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇയർലി 2 പ്രാവശ്യം മാറ്റാം. മാനേജറെ നിങ്ങൾക്ക് ഇയർലി 1 പ്രാവശ്യവും മാറ്റാം. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ചില നാഷണലൈസ്ഡ് ബാങ്കുകൾ, ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ നമ്മുടെ കനറ ബാങ്കും SBIയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ ബാങ്കുകളും അവരുടെ എംപ്ലോയീസിന് LC75 കൊടുത്തിട്ടുണ്ട്. അതായത് 75% ലൈഫ് സൈക്കിൾ ഫണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ 40 വയസ്സിൽ 75 ആണെങ്കിൽ നിങ്ങളെ ഏജ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് ലൈഫ് സൈക്കിൾ ഫണ്ട് അറിയാമല്ലോ, മിനിമം കുറച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് PFRDA കൊണ്ടുവന്നിട്ടുള്ളത് ബാങ്കുകളുടെ കൺസോർഷ്യം. അതിൽ 2-3 ബാങ്കുകളാണ് ഒഴിഞ്ഞുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ 75% വരെ വോളറ്റൈൽ ഫണ്ടിൽ ഇക്വിറ്റി എക്സ്പോഷറുള്ള ലൈഫ് സൈക്കിൾ ഫണ്ടിന് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ UPSനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് മോഡറേറ്റ് നാച്ചുറൽ തന്നെയാണ്. 50% മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രധാനപ്പെട്ട നിങ്ങളിപ്പോൾ UPSലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ UPSലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരുണ്ടോ? ഞാൻ ആദ്യം ചോദിക്കേണ്ടതാണ്. 3 പേരേ ഉള്ളൂ. 3 ഓൾറെഡി ഉണ്ട്. അടിപൊളി. അപ്പോൾ അവർ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? ചെയ്ത സമയത്ത് അത് ഇത് നിങ്ങൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ഫണ്ട് മാനേജേഴ്സാണ് അതിനകത്ത്. ആദിത്യ ബിർള, DSP, ICICI, LIC, SBI, UTI, ആക്സിസ്, HDFC, കോട്ടക്, മാക്സ് ലൈഫ്, ടാറ്റ. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ഫണ്ട് മാനേജറെ, പെൻഷൻ ഫണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ 100% ഒരു ആക്റ്റീവ് ഈ പറഞ്ഞ G സ്കീമിൽ ഗവൺമെൻറ്റിൽ വേണമെങ്കിൽ നിക്ഷേപിക്കാം. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് മോഡറേറ്റ് LC50യിലാണ്. ഓക്കെ, നിങ്ങളോ LC50യിലാണ്. ഓക്കെ, എല്ലാവരും LC50 ആണ്. എല്ലാവരും LC50 ആണ്. 50 ആണ്. നിങ്ങൾക്കെല്ലാം 20 years സർവീസ് ഉണ്ടോ? അതിന് ബാക്കി ചെറുപ്പക്കാരല്ലേ? ഓക്കെ, അടിപൊളി. 20 years ഒക്കെ ഉണ്ടെങ്കിൽ സേഫാണ് സത്യത്തിൽ. ഇന്ന് അത് എന്തെങ്കിലും ഒരു വലിയ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒന്നും വരാതിരുന്നാൽ സാധാരണ നിലക്ക് മേക്കപ്പ് ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഫോംസാണ്, ഇപ്പം വലിയ കാര്യമില്ല. അപ്പോൾ സർവീസിലുള്ള ആളുകൾക്ക് A2, A1 ഇതൊക്കെ അത് വിശദീകരിക്കുന്നില്ല. ഞാനൊന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്ത് പോയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പോകാം. ഞാൻ ഭയങ്കര സ്പീഡിലാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് ആപ്ലിക്കബിൾ ആർക്കാണ് നിങ്ങൾക്കറിയാം. ഒന്ന്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനുണ്ട്, പുതിയ ആളുകൾക്കുണ്ട്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? വൺസ് നിങ്ങളൊരു ഓപ്ഷൻ എക്സസൈസ് ചെയ്താൽ ദാറ്റ് ഷാൽ ബി ഫൈനൽ ആൻഡ് ഇറിവോക്കബിൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഏതിൽ? സെപ്റ്റംബർ മാസം വരെ അവരങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവരത് റീഡിസൈൻ ചെയ്തു. നിങ്ങൾ UPS ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെപ്റ്റംബർ 30 മുമ്പ് നിങ്ങൾ UPS ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിൽ ഒരു പ്രാവശ്യം NPSലോട്ട് നിങ്ങൾക്ക് തിരിച്ച് ചാടി വരാം. ബട്ട് ദാറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1 year ബിഫോർ യുവർ ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് VRS ദാറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 90 days ബിഫോർ. 3 മാസത്തിന് മുമ്പ് നിങ്ങളത് തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് എളുപ്പമായി. ഇപ്പോൾ അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് ഇതിനകത്ത്. ഇപ്പം പണ്ട് നമുക്ക് ഇത്രയും ഒരു നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല.
അത് ഈ വരുന്നതിന് മുമ്പാണോ നിങ്ങളൊക്കെ UPS എടുത്തത്? അല്ല, ഇത് വന്നതിന് ശേഷം. ഇതിന് മുമ്പെടുത്ത ആൾക്കാരുണ്ടോ? അടിപൊളി. അതാണ് സത്യത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ. മാർക്കറ്റൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അവസാനത്തെ ബേസിക്കിന്റെ 50% മതി, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ. നിങ്ങൾക്കറിയാം 10+10 ആണ്. ഗവൺമെൻറ് 10 തരും, നിങ്ങൾ 10 തരും. 8.5 നിങ്ങളുടെ പൂൾ കോർപ്പസിലേക്ക് പോകും. അത് നിങ്ങൾക്ക് നേരിട്ട് കിട്ടില്ല. കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും 10 years വേണം മിനിമം. 25 ഫുള്ള് കിട്ടുക. ഇനി ഗവൺമെൻറ് ആയിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മാൻഡേറ്ററി റൂൾ 56J. ഇപ്പം നിങ്ങളറിയില്ല, പാലക്കാട്ടൊരു സ്റ്റേഷൻ മാസ്റ്റർ നമ്മളുടെ കോൺഫെഡറേഷനിലൊക്കെ ഉണ്ടായിരുന്ന ഐസ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിന് ശനിയാഴ്ച ഒരു മെസ്സേജ് വരികയാണ്, തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾ ജോലിക്ക് വരണ്ട, നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു ആസ് പെർ റൂൾ 56J. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ആയിട്ട് നിങ്ങളെ പിരിച്ചുവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് UPS കിട്ടും. പക്ഷേ ആരെങ്കിലുമൊക്കെ സസ്പെൻഷനിലായി അവരെയൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് UPS കിട്ടില്ല. VRS 25 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പെൻഷൻ കിട്ടും. ബട്ട് ഓൺലി ഫ്രം യുവർ ആക്ച്വൽ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ. അത് നിങ്ങൾക്ക് VRS എടുത്ത കാലം തൊട്ട് കിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്, ഈ മാസം വന്നിരിക്കുന്നത്, VRS 20 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്രോ റാറ്റ അഷ്വേർഡ് പേ ഔട്ട് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുമ്പം കിട്ടുക? ഒന്ന്, നിങ്ങളുടെ അഷ്വേർഡ് പേ ഔട്ട് 50% കിട്ടും. 12 months ബേസിക്കിൻ്റെ നിങ്ങൾക്ക് 25 years ഉണ്ടെങ്കിൽ 10,000 രൂപ പെൻഷൻ നിങ്ങൾക്ക് 10 year എങ്കിലും കിട്ടും. നിങ്ങൾക്ക് 10 വർഷത്തിനും 25 വർഷത്തിനും ഇടയ്ക്കാണ് സർവീസെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോ റാറ്റ പെൻഷൻ കിട്ടും. നിങ്ങളുടെ പെൻഷന് നിങ്ങൾക്ക് ഡിയർനെസ് റിലീഫ് കിട്ടും. നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി, സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള ഗ്രാറ്റുവിറ്റി റൂൾ 2021 UPSലുള്ള ആളുകൾക്കും അപ്ലിക്കബിൾ ആയിരിക്കും. ഗ്രാറ്റുവിറ്റി കൂടാതെ നിങ്ങൾക്ക് എന്ത് കിട്ടും? UPS ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലംസം കിട്ടും. ഓക്കെ. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വർഷം അവിടെയാണ് ഒരു സംഗതി ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഫോൾട്ട് തുടരാമെന്ന് വെച്ചോളൂ. വ്യത്യാസം എവിടെയാ? നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ NPS ആയിരുന്നെങ്കിൽ നിങ്ങളുടെ 10 അരിമണിക്ക് ഗവൺമെൻറ് 14 അരിമണി ഇടും. പക്ഷേ UPSൽ 10ഉം 10ഉമേ ഉള്ളൂ. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് അഡീഷണലി എന്ത് കിട്ടും? നിങ്ങൾക്ക് ലംസം പേയ്മെൻറ്റ് കിട്ടും UPSൽ. അപ്പം നിങ്ങൾക്ക് സർവീസിൻ്റെ ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലംസം പേയ്മെൻറ്റും NPSലെ 4% ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴുള്ള NPSൻ്റെ ഫണ്ട്, ആ 4% നിങ്ങൾ മാറിയിരിക്കുന്ന കാലം തൊട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ച് NPSലോട്ട് ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു UPSന് ഇപ്പോൾ ഒരു സേഫ്റ്റി വാൾവുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനും നിങ്ങളുടെ മുമ്പിൽ ഓപ്പണാണ്. പക്ഷെ നിങ്ങളിപ്പോൾ UPSലോട്ട് പോകുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ആ UPS മാത്രമേ കിട്ടുള്ളൂ. സോറി, NPSലോട്ട് UPS കിട്ടുന്നില്ല, നിങ്ങൾക്ക് ആ NPSലെ കോർപ്പസും അതിൻ്റെ ആന്വിറ്റിയും മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ലീഗലി വെഡഡ് സ്പൗസ്. അല്ല, ഇൻസ്റ്റാഗ്രാം വഴി കല്യാണം കഴിച്ചാലൊന്നും കിട്ടില്ല. നിയമപരമായി കല്യാണം കഴിക്കുന്ന ജീവിത പങ്കാളിക്ക് മാത്രമേ കിട്ടുള്ളൂ. അവർക്ക് എത്രയാണ് കിട്ടുക? 60% അഡ്മിസിബിൾ പെൻഷൻ്റെ, നിങ്ങൾക്ക് കിട്ടുമായിരുന്ന പെൻഷൻ്റെ 60% പ്ലസ് ആ 60%ൻ്റെ DA. പിന്നെ ഗ്രാറ്റുവിറ്റി, ലംസം പേയ്മെൻറ്റ്, അത് നമ്മൾ പറഞ്ഞു. അത് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഫാമിലിക്ക് കിട്ടും. ഇൻഡിവിജ്വൽ കോർപ്പസ് ലെസ് ദാൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഞാൻ പറഞ്ഞല്ലോ, പ്രോ റാറ്റ അതിലാണ് കിട്ടുക. അത് ലീഗലി വെഡഡ് സ്പൗസിൻ്റെ പെൻഷനിലും അതേപോലെ നിങ്ങളുടെ IC ഇൻഡിവിജ്വൽ കോർപ്പസ് BCയേക്കാൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് പ്രോ റാറ്റ കുറയും. ഡിയർനെസ് റിലീഫ്, ഗ്രാറ്റുവിറ്റി, പിന്നെ ഈ 60% നിങ്ങൾ സൂപ്പർ ആനുവേഷന് നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ അഷ്വേർഡ് പേ ഔട്ട് കുറയും. ഇനി ഏതൊക്കെ കേസിലാണ് അഷ്വേർഡ് പേ ഔട്ട് കിട്ടാതിരിക്കുക? ഇതിപ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നത് ഈ പുതിയ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ. നിങ്ങൾ റിസൈൻ ചെയ്യുകയാണ്, റെസിഗ്നേഷൻ ഫ്രം സർവീസ്, നിങ്ങൾ അപ്രൂവ്ഡ് VRS അല്ല, അൺഓതറൈസ്ഡ് ആബ്സെൻസ് ഒക്കെ പോലെ നിങ്ങൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് UPS കിട്ടൂല. നിങ്ങളൊന്നുകിൽ 20 വർഷം തികച്ച് VRS എടുക്കണം.
മറ്റേതാകുമ്പോൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിലുള്ള തുക മോനെ വെച്ചോന്നു ഒറ്റയടിക്ക് ലംസമായിട്ട് കയ്യത്തെയും പോക്കണം പറയും. അപ്പോൾ റെസിഗ്നേഷൻ ഫ്രം സർവീസ് ഒരു നിങ്ങളുടെ UPSൻ്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടുത്തും. 2, ഡിസ്മിസൽ ഫ്രം സർവീസ് സബ്സിക്വൻറ്റ് ടു ഡിസിപ്ലിനറി ആക്ഷൻ UPSൻ്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടുത്തും. റിമൂവൽ ഫ്രം സർവീസ് UPSൻ്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടുത്തും. പിന്നെ ഏതെങ്കിലും ജുഡീഷ്യൽ ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് പെൻഡിങ് ആണെങ്കിൽ അത് പെൻഡിങ് ആവുന്ന കാലം അത്രയും നിങ്ങൾക്ക് UPS കിട്ടൂല. 10 വർഷത്തിൽ താഴെ സർവീസുമായിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണെങ്കിലും UPS നിങ്ങൾക്ക് കിട്ടൂല. ഇതിൽ പിന്നെ എന്താ കിട്ടുക? ഇതിൽ കിട്ടുന്ന നിങ്ങളുടെ ടോട്ടൽ അക്യുമുലേഷൻ ഇൻ ഇൻഡിവിജ്വൽ കോർപ്പസ് ലംസമായിട്ടുള്ള ആ എമൗണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഇൻഡിവിജ്വൽ ബെഞ്ച്മാർക്ക് കോർപ്പസ് നമുക്കറിയാം. ഇനി ഇതിൻ്റെ ഒരു ടാക്സേഷൻ എങ്ങനെയെന്നുള്ളതാണ്. കോൺട്രിബ്യൂഷൻ ബൈ ഗവൺമെൻറ് ടാക്സ് ഫ്രീ ആണ്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇപ്പോഴുള്ള ഓൾഡ് റെജീമിൽ ടാക്സ് റിബേറ്റ് തരും. അഷ്വേർഡ് പേ ഔട്ട് ടാക്സബിൾ ആണ്. ഇൻകം ടാക്സ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അഷ്വേർഡ് പേ ഔട്ട് ടാക്സബിൾ ആണ്. ലംസം പേ വിഡ്രോവൽ, പാർഷ്യൽ വിഡ്രോവൽ, അഡീഷണൽ പേയ്മെൻറ്റ് ഇതെല്ലാം ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് ഇതും നിങ്ങൾക്ക് തരേണ്ട ഒരു ഇൻസൈറ്റ് എന്താണ്? ലംസം പേയ്മെൻ്റ് എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം എന്താ? നിങ്ങൾ ലംസം പേയ്മെൻ്റ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ 2 കോടിയാണ് ഉള്ളതെന്ന് വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് 1,20,00,000 എന്ത് ചെയ്യാം? ലംസം എടുക്കാം അപ് ടു. പക്ഷെ എടുത്തില്ലെങ്കിൽ ഉള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് 2 ലക്ഷമാണ് ശമ്പളമെങ്കിൽ, ആവറേജ് ശമ്പളമെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷവും അതിൻ്റെ ബേസിക് 1,55,000 ഫോർ എക്സാമ്പിൾ ഒരു 55% DR ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ 60% എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് അതിൻ്റെ 40% അതിൻ്റെ DRO കിട്ടുള്ളൂ. ഓൾഡ് പെൻഷൻ സ്കീമിൽ നമ്മൾ എന്താണ് പറയുക? പെൻഷൻ കമ്മ്യൂട്ട് ചെയ്താലും ആക്ച്വൽ പെൻഷൻ്റെ DA കിട്ടും. അതൊരു ഡിഫറൻസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 1 - ഫൈനൽ വിഡ്രോവൽ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള, അതായത് കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള തുകക്ക് DR കിട്ടുന്നത് പോലെ കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ലംസമായി എടുക്കുന്ന തുക ടാക്സ് ഫ്രീ ആണ്. അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് പെൻഷനായി മന്ത്ലി കിട്ടുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും. നിങ്ങൾ IT കൊടുക്കണം. സിമിലർ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓപ്ഷൻ ഫോർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ഉണ്ട്. ഓൾഡ് പെൻഷൻ സർവീസിൽ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് പെൻഷൻ സ്കീം മതി എന്ന് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CCS പെൻഷൻ റൂൾ പ്രകാരം ഓൾഡ് പെൻഷൻ സ്കീം അനുസരിച്ചിട്ടുള്ള പെൻഷൻ ലഭിക്കും. അങ്ങനെ വരുന്ന സമയത്ത് 50% ഓഫ് ബേസിക് പേ ഫോർ 10 years ആൻഡ് ദെറാഫ്റ്റർ 30% കിട്ടും. UPSലാണെങ്കിലോ 60% അഷ്വേർഡ് ഫാമിലി പേ ഔട്ട് ആണ്. UPS ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫാമിലി പേ ഔട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് സബ്സ്ക്രൈബർ ടു ദി ലീഗലി വെഡഡ് സ്പൗസ് സബ്ജക്ട് ടു ഇൻഡിവിജ്വൽ കോർപ്പസ് ഈസ് ഈക്വൽ ടു ബെഞ്ച്മാർക്ക് കോർപ്പസ്. അങ്ങനെ അല്ലെങ്കിൽ അവർക്കും നേരത്തെ പറഞ്ഞതുപോലെ പ്രപ്പോർഷനേറ്റ് ആയിട്ട്, അത് BC IC കുറവാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫാമിലി പെൻഷനും പ്രോ റേറ്റ ആയിട്ട് കുറയും. ഇനി ഇതിൻ്റെ ഓപ്ഷൻ്റെ ടൈം, അതായത് ഇതിൽ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്ഷൻ കൊടുക്കണം. UPS പോകുമ്പോൾ തന്നെ മരിക്കുകയാണെങ്കിൽ ഓൾഡ് പെൻഷൻ വേണോ UPS വേണോ നിങ്ങൾ കൊടുക്കണം. NPSൻ്റെ കേസിൽ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയ ഒരു സർക്കുലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓപ്ഷൻ കൊടുത്തില്ലെങ്കിലും ആദ്യത്തെ 15 കൊല്ലം നിങ്ങൾ ഓൾഡ് പെൻഷൻ സ്കീമായിരിക്കും ഡിഫോൾട്ട് മരിച്ചാൽ. 15 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിഫോൾട്ട് NPS ആവും. ഇനി അല്ല, നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സർവീസിൽ ഫുള്ള് മരിച്ചാൽ ഓൾഡ് പെൻഷൻ സ്കീം തന്നെയായിരിക്കും. പക്ഷേ UPSൽ വരുന്ന സമയത്ത് നിങ്ങൾ അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഇറ്റ് സെൽഫ് യു ഷുഡ് പ്രൊവൈഡ് എൻ ഓപ്ഷൻ വെദർ യു വാണ്ട് ഓൾഡ് പെൻഷൻ സ്കീം ആസ് പെർ CCS റൂൾസ് ഓർ ആസ് പെർ UPS PFRDA റെഗുലേഷൻ. കമ്പൽസറി റിട്ടയർമെൻറ്റ് ആസ് എ പെനാൽറ്റി ഇങ്ങനെ വരുന്ന കേസിൽ, ഇപ്പോൾ ISR ഒക്കെ ആയതുകൊണ്ട് നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കമ്പൽസറി റിട്ടയർമെൻറ്റ് എടുപ്പിക്കുകയാണെങ്കിൽ 2/3 ഓഫ് ഫുൾ അഡ്മിസിബിൾ അഷ്വേർഡ് പേ ഔട്ടിൻ്റെ 2/3 ആണ് കിട്ടുക. മാക്സിമം അഷ്വേർഡ് പേ ഔട്ടിൻ്റെ 1/3 ആസ് എ പെനാൽറ്റി ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ആ സിമിലർ എഫക്റ്റ് ഒരു ഗ്രാറ്റുവിറ്റിയിലും ഉണ്ടാവും. ഇനി റിമൂവൽ ഓർ ഡിസ്മിസൽ ആണെങ്കിൽ ഒരു പേ ഔട്ട് കിട്ടില്ല. നിങ്ങളെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന തുക ഒറ്റ തവണയായിട്ട് നിങ്ങൾക്ക് തരുന്നു മാത്രമേ ഉള്ളൂ. 30-ാം തീയതിയാണ് അവസാനത്തെ തീയതി.
UPS ആണെങ്കിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള സ്വിച്ച് ഫെസിലിറ്റിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൽ UPSൽ വന്നതിന് ശേഷം പുതിയ ആളുകളാണെങ്കിൽ 30 UPSൽ വരേണ്ടത്. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണേൽ ഒരു 1 ടൈം ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നിങ്ങൾക്ക് UPS നിന്ന് NPSലോട്ട് വൺസ് UPS ആയവർക്ക് NPSലോട്ട് തിരിച്ചു വരാൻ മാത്രമാണുള്ളത്. അതും VRS ആണെങ്കിൽ 90 days ബിഫോർ, റിട്ടയർമെൻ്റ് ആണെങ്കിൽ 12 months ബിഫോർ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണം. നിങ്ങൾ 30-നകം നിങ്ങൾ UPSC പോയിട്ടില്ല. നമ്മൾ പൊതുവെ ഒരു ചേഞ്ച് റെസിസ്റ്റൻ്റ് ആണ് മനുഷ്യരെല്ലാം. നമ്മുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കംഫർട്ടബിൾ ഒരു പൊസിഷൻ കംഫർട്ടബിൾ ആണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ അതങ്ങനെ തുടരുകയാണ് ചെയ്യുക. സത്യത്തിൽ അതുകൊണ്ടാണ് മനുഷ്യർ കൂടുതൽ UPSലോട്ട് ചാടാത്തത്. എല്ലാ ചേഞ്ചും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന കസേര മാറ്റുന്നത് പോലും ഒരു 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 ദാറ്റ് റിക്വയർ സം സോർട്ട് ഓഫ് അഡാപ്റ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രശ്നം നിങ്ങൾക്ക് വേണ്ട സത്യത്തിൽ. കാരണം UPSൽ പോയാലും തിരിച്ച് നിങ്ങൾക്ക് ഈ ലാവണത്തിലോട്ട് തിരിച്ചു വരാൻ ബിറ്റ്വീൻ സാത്താൻ ആൻഡ് ഡെവിൾ സാത്താൻ ആൻഡ് സി നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ഒരു ട്രൈ തെറ്റില്ല എന്നാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, ടൈം ലൈൻ നമ്മൾ പറഞ്ഞു. ഈ സ്വിച്ച് ഫെസിലിറ്റി ആൾക്കില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. എല്ലാവർക്കും സ്വിച്ച് ഫെസിലിറ്റി ഇല്ല. ഇപ്പം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ സസ്പെൻഷനിലായതുകൊണ്ട് അതെ ഓർഡിനറി സിറ്റിസൺസിന് മാത്രമാണുള്ളത്. റിമൂവൽ ഫ്രം സർവീസോ ഡിസ്മിസൽ ഫ്രം സർവീസോ കമ്പൽസറി റിട്ടയർമെൻറ്റ് ഫ്രം സർവീസോ കേസസ് വെർ ഡിസിപ്ലിനറി പ്രൊസീഡിങ് ആർ ഓൺ ഗോയിങ് ഓർ കണ്ടംപ്ലേറ്റഡ്, ഈ കേസിലൊന്നും സ്വിച്ച് ഇല്ല. എവിടെയാണോ നിങ്ങൾ കിടക്കുന്നത് അവിടെ കിടക്കും. ഓക്കെ, പിന്നെ എന്താണ് സ്വിച്ച് ചെയ്താൽ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോലെ. അവർക്ക് ഒരു തരത്തിലുള്ള UPSൻ്റെ ബെനിഫിറ്റും പിന്നെ കിട്ടില്ല. അഷ്വേർഡ് പെൻഷനോ DRO ഒന്നും കിട്ടൂല. പകരം എന്ത് കിട്ടും? അവർക്ക് 14% NPS കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഡിഫാൾട്ട് ഇൻവെസ്റ്റ് പാറ്റേണിൽ ക്രെഡിറ്റ് ചെയ്യുമായിരുന്നതിൻ്റെ ആ ഒരു ഇൻക്രിമെൻ്റൽ ഡിഫറൻസ് ആണ് കിട്ടുക. അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ 2015 PFRD റെഗുലേഷൻ പറയുന്ന NBSൻ്റെ ബെനിഫിറ്റ് എല്ലാം തരും. അതിപ്പം വേണേൽ നമുക്ക് എന്തെങ്കിലും ചോദ്യത്തിന് പറയാമെന്ന് വിചാരിക്കുന്നത്. ഇനി ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് ഓൾമോസ്റ്റ് കവേർഡ് എവറിത്തിങ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ഫോർ എ. പ്രിയപ്പെട്ടവർ, ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറായി കവറായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. I have two questions. First question like when you switch over from NPS land, we are going to UPS. From UPS, when we come back to NPS contribution of government and employees different from UPS, right? Yes. You said. So when you again come back to NPS, will this ICBC, will there be any effect on this? No. When you are coming to NPS, there is only one corpus, individual corpus. Okay. There is no other corpus. അവിടെ ബെഞ്ച്മാർക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ബെഞ്ച്മാർക്ക് കോർപ്പസും കാൽക്കുലേഷനും അതിൻ്റെ സങ്കീർണതകളൊന്നുമില്ല. അത് അബ്സല്യൂട്ട്ലി ഫ്രീ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ 14%. നിങ്ങൾ ഇഫ് യു ഹാവ് നോട്ട് migrated to UPS, government would have been contributing 14% in your PRAN every month. അങ്ങനെ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് വരെ 4% എക്സ്ട്രാ തന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു ഇൻക്രിമെൻ്റൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അത് ആസ് പെർ NAV കാൽക്കുലേറ്റ് എല്ലാ മന്തും അവരിത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അത്രയും തുക നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ്. Okay, one more question. This is a special case for me. Okay. Actually, I have a son. Yes.
Unfortunately, no. Unfortunately, no. UPS-നകത്ത് the inheritance is only limited to your legally wedded spouse. That we have to wait and watch. Still, you can switch back to NPS. That you can, because അതായത് ഈ ആന്വിറ്റി പെൻഷൻ സത്യത്തിൽ NPS റെഗുലേഷൻ്റെ പുറത്താണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ജോയിൻറ്റ് ഫാമിലി പെൻഷൻ പ്ലാൻ വേണോ, നിങ്ങൾക്ക് ROP ഉള്ളത് വേണോ, റിട്ടേൺ ഓഫ് പ്രീമിയം ഉള്ളത് വേണോ, അല്ലാതെ ഹയർ റേറ്റ് ഉള്ള റിട്ടേൺ ഓഫ് പ്രീമിയം, ഇതൊക്കെ സത്യത്തിൽ നിങ്ങൾക്കപ്പോൾ ഡിസൈഡ് ചെയ്യാം. അതാ ഫണ്ട് മാനേജറിൽ ഇപ്പോൾ SBI ഒക്കെ അങ്ങനെ 2 തരം ഫണ്ടുകളും കൊടുക്കുന്നുണ്ട്. ROP ഉള്ളത്, റിട്ടേൺ ഓഫ് പ്രീമിയം ഉള്ളത്, അല്ലാത്തത്. അപ്പോൾ അത് അബ്സല്യൂട്ട്ലി. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്താ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ UPS-ൽ 40%, നിങ്ങൾ 60% പിൻവലിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും പിൻവലിച്ചില്ല, നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പെൻഷൻ്റെ 60% നിങ്ങളുടെ സ്പൗസിന് കിട്ടും. ആ പെൻഷൻ സ്പൗസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പൗസ് മരിച്ചു പോയി എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ, വാട്ട് നെക്സ്റ്റ്? ഒന്നുമില്ല. അതായത് നിങ്ങളുടെ വൺസ് നിങ്ങൾ റിട്ടയർ ചെയ്തിട്ട് നിങ്ങളുടെ 60% വിഡ്രോവൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യണം. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ 100% ഓഫ് യുവർ ഇൻഡിവിജ്വൽ കോർപ്പസ് ഷാൾ ബി മൂവ്ഡ് ടു പൂൾ കോർപ്പസ്. പിന്നെ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോയി. പിന്നെ അത് ഈ പറഞ്ഞ പോലെ എന്താണ്, ഈ ചെറിയ പുഴ കടലിൽ ചേർന്ന പോലെ അത് അവിടെ ചേർന്നു. പിന്നെ അതിൽ നിന്ന് തിരിച്ച് ഈ പുഴയുടെ ഒഴുക്കൊന്നുമില്ല. മറ്റേത് അങ്ങനെ അല്ല. NPS-നകത്ത് എങ്ങനെയാണ്? NPS-നകത്ത് നിങ്ങൾ 60% വിഡ്രോ ചെയ്യുന്നു, 40% നിങ്ങളൊരു ആന്വിറ്റി പ്ലാനിലിടുന്നു. ആ ആന്വിറ്റി പ്ലാൻ നിങ്ങളുടെ സ്പൗസിനാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ സ്പൗസിന് കിട്ടുന്നു, നിങ്ങളുടെ പാരന്റിനാണ്, നിങ്ങൾ ഹൂഎവർ യുവർ ലീഗൽ ഹെയർ ഈസ്, നിങ്ങൾക്കത് ചെയ്യുന്നു. വൺസ് അയാൾ മരിച്ചു പോയി കഴിഞ്ഞാലും അത് ലീഗൽ ഹെയറിന് തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ് ദർ. അതിവിടെ ഇല്ല. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് ഫോർ എക്സാമ്പിൾ ഒരാളുടെ ആളുടെ മരിച്ചു, അവരുടെ അവരുടെ ഫോർ എക്സാമ്പിൾ ഒരു മെയിലാണ് എംപ്ലോയി, അയാൾ UPS ഓപ്റ്റ് ചെയ്തു, അയാൾ 64 വയസ്സിൽ മരിച്ചുപോയി. പക്ഷെ അയാളുടെ ഭാര്യ 90 വയസ്സ് വരെ ജീവിക്കുകയെന്ന് വെച്ചോളൂ. അത്രയും കാലം അവർക്ക് വെറും പെൻഷനല്ല കിട്ടുന്നത്, അവർക്ക് പ്ലസ് ഓരോ 6 മാസവും ഡിയർനെസ് റിലീഫ് കൂടെ കിട്ടും. അപ്പം ഈ 60 വയസ്സിൽ നിങ്ങൾ വാങ്ങിയ പെൻഷനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും 85-ാമത്തെ വയസ്സിൽ ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന. അപ്പം ആ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതായത് ഒരു കോസ്റ്റ് ഇൻഡെക്സേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞ അതേ മനുഷ്യാന്തസ്സോടെ ജീവിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ഒരു അഷ്വറൻസ് ഉണ്ടല്ലോ, അതിന് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ഈ തിരിച്ചു കിട്ടാത്ത ഈ 40%. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ഗ്രേ ഏരിയ ആണ്. അതാ പറഞ്ഞത്, അത് നമുക്ക് ഒരു ഫിലോസഫിക്കലി ആലോചിക്കേണ്ട കാര്യമാണത്. അത് അങ്ങനെ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. Hello. Yes. Yes. That is what I am telling you. ഈ 4% incremental difference ഉണ്ടല്ലോ, that means they will calculate once you switch into NPS, if you have continually contributing 4% from the side of employer, that incremental amount as per NAV shall be credited to your individual corpus. That compounding effect will be there in your 4% also. At each month they will take. At each month. For example, if you are retiring in 2046 and you are migrating to NPS in 2045, they will, for example, this month your employer contribution, if it is 10,000 rupees, they will take the difference 4,000 rupees also this month. Maybe next month that will be different. So each month they are already publishing an NAV as per default investment every month. As a list is already there in PFRDA website. So you will get that compounding effect. Only default scheme only. Yeah. Default scheme only. No, not based on LC50 or LC25. Based on 100%.
Yeah. We only have 3 gazette notifications before us. Nowhere it is saying that UPS shall be eligible for pay commission revision. Nowhere it is. So it is clear that pay commission will not affect UPS. So how the DR will be revised? That's a question. I actually attended one training from PFRDA. I have asked this doubt, and their answer was, whenever the circular on DA comes, when Ministry of Finance issues a circular that the 3% difference will be the increase will be there in DA, they will issue that for those who are drawing pay under 6th pay, 6% DA will be enhanced. So like that, a similar mechanism will be there. Yeah, for DR revision, for those drawing UPA, they will issue separate percentage for DR. You should have seen some UGC scale assistant process in collegiate education and all. For them, they usually draw DA under 6th pay because for them that DA is better. For that option will be there. A similar mechanism will be there if 8th pay commission comes, because government has announced it and till date they haven't appointed a pay commission. And the 7th pay commission clearly say that there will be no pay commission in future. So the future of pay commission is another question. But if pay commission comes, definitely there will be a special mechanism for revision of DR under UPS. NPS in the case of പറയുന്നത്, അതായത് NPS ൽ നിങ്ങൾ 60% എടുത്തിട്ട് 40% നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചു കിട്ടുന്നതെന്നാ? സാധാരണ നിലയിൽ പെൻഷൻ ഫണ്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾക്ക് ആന്വിറ്റി ആയിട്ടാണ് കിട്ടുക, പെൻഷനായിട്ട്. നിങ്ങൾക്ക് തന്നെ അത് 40% തിരിച്ചു വേണമെന്നാണ് പറയുന്നത്. അത് പറ്റില്ല, പെൻഷൻ ഫണ്ടിൽ അത് പറ്റില്ല. അത് നിങ്ങളുടെ ലീഗൽ ഹെയറിന് കിട്ടും. ജനറലി പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നതേ അത് നിങ്ങളൊരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പോലെ അതിൻ്റെ ഒരു പെൻഷൻ വേർഷനാണത്. നിങ്ങളൊരു തുക ലംസമായിട്ട് നിക്ഷേപിക്കുന്നു. അതിന് പലതരത്തിലുള്ള മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. നിങ്ങൾക്കത് സിംപ്ലി നോക്കിയാൽ മനസ്സിലാകുമ്പോൾ അത് റിട്ടേൺ ഓഫ് പ്രീമിയം ഉള്ളതുണ്ട്. ആ പ്രീമിയത്തിന് SWP പോലെ ഇൻട്രസ്റ്റ് കൂടി വരുന്നതുണ്ട്. ആ പ്രീമിയം ഗ്രോ ചെയ്യുന്നതുണ്ട്. ഇപ്പം നിങ്ങൾ ഇട്ട 40% ആയിരിക്കില്ല നിങ്ങൾ 20 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പ്രീമിയം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു പെൻഷൻ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ടിൽ യു ലിവ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പെൻഷൻ തരാനുള്ളതാണ്. സ്പൗസിന് കിട്ടും, ലീഗൽ ഹെയറിന് കിട്ടും. അതും മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആര് പെൻഷൻ തരും? താങ്ക് യു. യെസ് യെസ്. ആ ആ ആ ടയർ 1 ഇൻഡിവിജ്വൽ കോർപ്പസിലോട്ട് എടുക്കാം. ആ ആ ആ ആ ആ അതായത് നിങ്ങളുടെ IC ആ കേസ് പ്രസക്തമാകുന്ന ഇഫ് യുവർ IC ഈസ് ബിഗർ ദാൻ യുവർ ബെഞ്ച് മാർക്ക് കോർപ്പസ്. നിങ്ങൾ മനസ്സിലായി, ഞാൻ പറയാം. ബെഞ്ച് മാർക്ക് കോർപ്പസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ തുക വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ഇതേപോലെ ഡിഫോൾട്ട് പാറ്റേണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഡിഫോൾട്ട് പാറ്റേണിലേക്കാൾ കൂടുതൽ എമൗണ്ട് വന്നാൽ നിങ്ങൾ ഇൻക്രിമെൻ്റൽ കൂടുതൽ IC കൂടുതലായി. UPS-ലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടുതലുള്ള IC-യിലെ ഇൻഡിവിജ്വൽ കോർപ്പസിലെ തുക നിങ്ങൾക്ക് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരും. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ തിരിച്ചെടുക്കുകയാണെങ്കിൽ
ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് മുഴുവനായിട്ടും NPS-ലോട്ട് ഷിഫ്റ്റ് ചെയ്യും, പ്ലസ് 4% ഇതും തരും. ആ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് മുഴുവൻ നിങ്ങൾക്ക് തരും തരും തരും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെ കൂടുതൽ ഒരു ഫിലോസഫിക്കൽ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, UPS-ന് കുറച്ചുകൂടി ഒരു പീസ്ഫുൾ ക്യാരക്ടറുണ്ട്. പക്ഷെ അതിനേക്കാൾ പീസ്ഫുള്ളായ ഓൾഡ് പെൻഷൻ സ്കീം അപ്പുറത്തുണ്ട്. പക്ഷെ എന്നാൽ പോലും സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് UPS-ലൊക്കെ പോയി, പിന്നെ അത്യാവശ്യം നിങ്ങളെ എക്സസൈസ് ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കും. കുറെ കാലം ജീവിക്കണമല്ലോ, അവർ ആഴ്ചയിൽ 5 ദിവസം നടക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ വിചാരിക്കും നമ്മൾ. NPS-ലാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് UPS ഒരു പീസ്ഫുൾ ഓപ്ഷനാണ്. എസ്പെഷ്യലി ഞാനത് ഭയങ്കര നല്ല ഓപ്ഷനാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതൊരു എസ്പെഷ്യലി ഈ ഒരു വൺ ടൈം ചേഞ്ച് കൂടെ തന്ന സ്ഥിതിക്ക് അമെൻമെന്റുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ ഫണ്ട് എന്ന് പറയുന്ന ഒന്നെന്താ? അത് പെൻഷൻ ഫണ്ടാണ്, NPS ആണ്. അതായത് നമ്മൾ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ സാമ്രാജ്യം പിടിച്ചു നിൽക്കുന്നത്, ഒരു വലിയ വാൾ ഓഫ് മണി എന്ന് പറയുന്നത് ഈ NPS-ന്റെ ഫണ്ടാണ്. എന്തുകൊണ്ടാണ് UPS-നെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത്? സത്യത്തിൽ അത് നിങ്ങൾക്ക് 50% തരണം എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്താ പിന്നെ? ഗവൺമെൻറ് ഈസ് കോൺട്രിബ്യൂട്ടിങ് 8.5% മോർ ഇൻ ടു UPS കോർപ്പസ്. UPS ആവുമ്പോൾ ഈ പറയുന്ന HDFC-ക്ക്, ഈ പറയുന്ന തകർന്ന് തരിപ്പണമായിട്ടുള്ള അനിൽ അംബാനിയുടെ ഇഷ അംബാനി ഡയറക്ടറായിരിക്കുന്ന ഫണ്ട് മാനേജർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവർക്ക് 14% ഗവൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ NPS-ൽ. പക്ഷേ UPS-ൽ 8.5% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. എന്നാൽ ആ 8.5 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഗവൺമെന്റിന് കൂടുതൽ ഫണ്ട് ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് UPS എന്നുള്ളതാണ് ഒരു കോർപ്പറേറ്റ് കണ്ണിൽ നമ്മൾ UPS-നെ കാണേണ്ടത്. ഓരോ മാസവും നിങ്ങൾക്ക് DA കൂടുമ്പോൾ, നിങ്ങൾക്കൊരു ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു MACP കിട്ടുമ്പോൾ ഒക്കെ ഗവൺമെന്റ് കോർപ്പറേറ്റിന് കൊടുക്കുന്ന 8.5 കൂടുവാണ്, NPS-ലേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഗവൺമെന്റ് എപ്പോഴും എന്തിനാ ഒരു പ്രോ കോർപ്പറേറ്റ്, ഒരു നിയോ ലിബറൽ ഗവൺമെന്റ് എന്തിനാ ശ്രമിക്കുക? അത് ശ്രമിക്കുക ഫണ്ട് മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ ഫണ്ട് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാനാണ്. കാരണം ആ ഫണ്ട് ഇന്ത്യൻ്റെ ഒരു ഡെസ്റ്റിനിയാണ്, ഇന്ത്യയുടെ ഒരു വിധിയാണ് ഇപ്പോഴുള്ള ഒരു നിയോ ലിബറൽ ഇന്ത്യയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും UPS-നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, UPS-നെ കൂടുതൽ ആകർഷകമാക്കുന്ന, ഇനി കുറെ കാലം കഴിയുമ്പോൾ പൂൾ കോർപ്പസിൽ ചിലപ്പം 28.5% ഇടും. സത്യത്തിൽ ഓൾഡ് പെൻഷൻ സ്കീം കൊടുക്കാൻ ഇത്രയൊന്നും പൈസ വേണ്ട. സാധാരണ രീതിയിൽ മനുഷ്യന് 70-72 വയസ്സിലൊക്കെയാണ് ആവറേജ് ഇന്ത്യൻ ലൈഫ് സ്പാൻ. 12 കൊല്ലം പെൻഷൻ കൊടുത്താൽ മതി, 50%. ഇത്രയൊന്നും പൈസ വേണ്ട ഓൾഡ് പെൻഷൻ സ്കീമിൽ ഒന്നും മേടിക്കാതെ കൊടുക്കാൻ. പക്ഷെ UPS ആണ് ഗവൺമെന്റ് ഓപ്റ്റ് ചെയ്യുന്നത്, അതിന് കൂടുതൽ പമ്പ് ഇൻഫ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. താങ്ക് യു. ഓക്കെ. You have 17 years more service. Okay. അതെ അതെ. നിങ്ങൾ NPS-ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന, മാസാമാസം കിട്ടുമായിരുന്ന 4% NAV, മന്ത്ലി NAV വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം നിങ്ങൾ ക്രെഡിറ്റ് ചെയ്ത് തരും. ഡിഫോൾട്ട് പാറ്റേൺ വെച്ച് ക്രെഡിറ്റ് ചെയ്ത് തരും.
അല്ല, അങ്ങനെ നമ്മുടെ എല്ലാത്തിനും നമ്മുടെ ഗവൺമെന്റ് ആണല്ലോ, നമ്മൾ അത്രയും അല്ല, ഈ നല്ല ശുഭപ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുക. അപ്പോൾ ലെറ്റ് us hope. അല്ല, സാധാരണ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ വൺ ടൈം സ്വിച്ച് ഓപ്ഷൻ ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല. ഇവിടെ കോടതിയും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ, റൈറ്റ്? അല്ല, അത് ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. യെസ് യെസ്, ക്ലിയർ ആയില്ല, ഒന്ന് ആ അല്ല, they can choose either NPS or UPS within 30 days of joining. Yes. Thank you. Yes. $300 months ആണ്, കറക്റ്റ്. ഓക്കെ, ബേസിക് പേ. നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 12 മാസത്തെ ആവറേജ് ബേസിക് പേ. അതെ. അതായത് ദ ഓൺലി ബെനിഫിറ്റ്, നിങ്ങൾക്ക് 30 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഹയർ ബേസിക് പേ ഉണ്ടാവും. 30 വർഷമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 40 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അവസാനത്തെ 12 മാസത്തെ ബേസിക്കിന്റെ ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. പാർഷ്യൽ വിഡ്രോവൽ എടുത്തു. കുറവായിരിക്കും. അത് നിങ്ങൾക്ക് അറ്റ് എനി പോയിന്റ് ഇൻ യുവർ സർവീസ് യു ക്യാൻ റീപ്ലേനിഷ് ഇറ്റ്. അതായത് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നവരെ കാത്തിരിക്കണ്ട. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2009 ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2009 ഒരു NPS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14 രൂപയായിരുന്നു ഒരു NPS യൂണിറ്റ്. ഇപ്പം ഈ ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു NPS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 43 രൂപ 50 പൈസ എന്തോ ആയിരുന്നു ഈ ജൂലൈയിലെ കാൽക്കുലേഷൻ. അതായത് ഇപ്പം നിങ്ങൾക്ക് 1000 NPS യൂണിറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് 40,230 രൂപ എന്തോ വേണം. പക്ഷെ 2009 നിങ്ങൾക്ക് 1000 യൂണിറ്റിന് 12,000 രൂപ മതിയായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ 5 ലക്ഷം രൂപ എടുത്താൽ അത് എത്ര യൂണിറ്റാന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളതൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട് വെക്കുന്ന സമയത്തൊരു അല്ലെങ്കിൽ നിങ്ങളൊരു ഹയർ എഡ്യൂക്കേഷന് 5 ലാക്ക് എടുത്താൽ അറ്റ് ദ ഏർലിയസ്റ്റ് അത് റീപ്ലനിഷ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ NAV കൂടിയിട്ടുണ്ടാവില്ല. എന്നാലിപ്പോൾ നിങ്ങൾ 2025 5 ലാക്ക് എടുത്താൽ 27 തന്നെ അടച്ചാൽ ഒരു 7 ലാക്ക് അടച്ചാൽ മതിയാവും. മേ ബി ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നു. പാർഷ്യൽ വിഡ്രോവൽ റീപ്ലനിഷ് ചെയ്യാൻ എടുത്തത്രയും പൈസ തിരിച്ചടക്കണ്ടായിരുന്നു. അങ്ങനെയും വന്ന സമയമുണ്ട്. നെഗറ്റീവ് ഗ്രോത്ത് ഒക്കെ കണ്ടിന്യൂസ്ലി 2 വർഷം വന്നപ്പോൾ. അപ്പം അറ്റ് എനി പോയിന്റ് ഇൻ യുവർ സർവീസ് യു ക്യാൻ റീപ്ലനിഷ് ഇറ്റ്. നിങ്ങൾ വൈകുന്തോറും ഒരുപക്ഷെ സാധ്യത എന്താണ്, ആ എമൗണ്ട് ഹയർ എമൗണ്ട് നിങ്ങൾ അടക്കേണ്ടി വരും. മീൻസ് യു ക്യാൻ മേക്ക് യുവർ IC ഈക്വൽ ടു BC. ഓക്കെ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പുള്ളി 50% പോയില്ലേ, അങ്ങനെ പോയ ഒരാൾ ഇഫ് അവരുടെ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്ത് അവരുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് ബെഞ്ച് മാർക്ക് കോർപ്പസിന്റെ കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യും അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. കുറവാണെങ്കിൽ അവർക്കും റീപ്ലനിഷ് ചെയ്യാം. യെസ്, അവർക്ക് ഫണ്ട് പെർഫോമൻസ് കുറവാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ ഡിഫോൾട്ടിന് ഈക്വലായ പൈസ എത്രയാന്ന് നോക്കിയിട്ട് അത് അടച്ചു കൊടുത്താൽ മതി. അതെ, NPS അങ്ങനെ യാതൊരു ബേസിക് പേ ഒന്നുമായിട്ട് യാതൊരു ലിങ്കും ഇല്ല.
NPS പ്യുവർലി നമ്മൾ എവിടെയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് നിങ്ങളോട് ചോദിക്കും. HDFCയിലാണോ SBIയിലാണോ ഏത് പെൻഷൻ ഫണ്ട് മാനേജറാ, അവർ തരുന്ന ഇൻട്രസ്റ്റ് ആണ്, ആന്വിറ്റി ഇൻട്രസ്റ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞു ഇപ്പോൾ 4 to 5% കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ചില ബാങ്കുകൾ 5% കൊടുക്കുന്നുണ്ട്. ഇല്ല അത് ഓരോ ടൈമിലെ റിവേഴ്സ് റിപ്പോ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ റിസർവ് ബാങ്കിൻ്റെ ഒക്കെ ഡിസിഷനൊക്കെ വെച്ചിട്ടാണ് ഈ ആന്വിറ്റീൻ്റെ ഇൻട്രസ്റ്റ് ഡിസൈഡ് ചെയ്യുക. അതെ 4% ഇപ്പോൾ കൊടുക്കണം. നമ്മുടെ 40% അക്യുമുലേറ്റഡ് കോർപ്പസിന് 4% മന്ത്ലി തരും. എന്നിട്ട് അതവിടെ അങ്ങനെ ഒരു നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനൊക്കെ പോലെ ആന്വിറ്റി പ്ലാൻ 4 അതിൽ കൂടുതൽ, അത് അങ്ങോട്ട് പോകും തോറും മാറാം. ബെഞ്ച്മാർക്ക് കോർപ്പസ് നമ്മൾ പറഞ്ഞില്ലേ 3 കാര്യങ്ങൾ. ഡിഫോൾട്ട് പാറ്റേണിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ എംപ്ലോയർ കോൺട്രിബ്യൂഷനും കലണ്ടർ മന്തിൽ തന്നെ കൃത്യമായി ക്രെഡിറ്റ് ചെയ്യുകയും നിങ്ങൾ പാർഷ്യൽ വിഡ്രോവൽ എടുക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ ഉണ്ടാകേണ്ടിയിരുന്ന തുക. മാർക്കറ്റ് ഡൗൺ ആയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഫോൾട്ട് പാറ്റേൺ ഡൗൺ ആവും, അപ്പോൾ ബെഞ്ച്മാർക്ക് കോർപ്പസും ഡൗൺ ആവും. അതൊന്നും ബെഞ്ച്മാർക്ക് കോർപ്പസിന് പ്രശ്നമില്ല. കാരണം ബെഞ്ച്മാർക്ക് കോർപ്പസ് കാൽക്കുന്ന IC/BC. BC എത്ര കൂടിയാലും ICയും കൂടിയാൽ മതി, BC എത്ര കുറഞ്ഞാലും ICയും കുറയുമല്ലോ. ഡിഫോൾട്ട് പാറ്റേണിൽ പോകുന്ന എത്രയാണ് അതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസിക്കിനൊന്നും അത് ലിങ്ക് ചെയ്യുന്നില്ല, ഡിഫോൾട്ട് പാറ്റേണിന്റെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. അതെ ഹലോ ഒരു ഡൗട്ടോടെ അവിടെ ചോദിക്കട്ടെ. നമുക്ക് NPSൽ നമ്മുടെ ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഡൗൺ ആവുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കത് ഡെഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. NPSൽ നമുക്ക് പേയ്മെൻറ്റും നമ്മുടെ പേ ഔട്ട്. ഈ UPSൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡെഫറിങ് ഓപ്ഷൻ ഉണ്ട്? ഇപ്പോൾ 60% എനിക്ക് വിഡ്രോ ചെയ്യണം, മസ്റ്റായിട്ട് വിഡ്രോ ചെയ്യണം എൻ്റെ 60ാമത്തെ വയസ്സിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു കോവിഡ് പോലെ എന്തെങ്കിലും ഒരു സെനാരിയോ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് ഡെഫർ ചെയ്ത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മാൻഡേറ്ററി 60ാമത്തെ വയസ്സിൽ അത് വിഡ്രോ ചെയ്ത് എടുക്കേണ്ടി വരുമോ? UPSൽ ഒരു മാൻഡേറ്ററി ഇല്ല, നിങ്ങൾക്ക് 100% അല്ല, എനിക്ക് 60% വേണം. എനിക്ക് എന്തായാലും 60% വേണം. ഞാൻ 60% വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഇപ്പൊ ഒരു കോവിഡ് പോലെ ഒരു ഞാൻ 60ാമത്തെ ആ NAVയിൽ വിഡ്രോ ചെയ്യണോ? അതിൽ എനിക്ക് ഞാൻ പറഞ്ഞു ഐ വിൽ വെയിറ്റ് ഫോർ 2 years and I will withdraw later. യു ഹാവ് ടു ഇൻഫോം യുവർ DDO ബിഫോർ 90 days എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് ഡിഫർ ചെയ്ത് അവിടെ തന്നെ വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതെടുത്തിട്ടൊരു ഇഷ്ടമുള്ള SIP പോലെ ഈ പറഞ്ഞ പോലെ SWPയിലൊക്കെ ഇടാം. അതേ പറ്റുള്ളൂ. അതെ NPSൽ ഡിഫർ ചെയ്യാം. NPSൽ ഡിഫർ എടുക്കാതിരിക്കാം. 75 വയസ്സിൽ വേണം എടുക്കാം. കാരണം ഇതിന്റെ പ്രശ്നം എന്താ, NPSൽ നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതാണ്. പക്ഷെ UPSൽ നിങ്ങളുടെ കോർപ്പസ് നിങ്ങൾ UPS പ്രകാരമുള്ള പേ ഔട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പൂൾ കോർപ്പസായി, അത് ഗവൺമെന്റ് കോർപ്പസായി. നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ കോർപ്പസ് അവിടെ ബാക്കിയില്ല. ദാറ്റ് എൻറ്റയർ കോർപ്പസ് ഷാൾ ബി മൂവ്ഡ് ടു പൂൾഡ് കോർപ്പസ്. ഇനി ഈ പറഞ്ഞ പോലെ NPSൽ ഡിഫറിങ് ഓപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് UPSലും കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ക്ലാരിഫിക്കേഷൻ വരേണ്ടി വരും. ആസ് ഓഫ് നൗ ഇല്ല. ആസ് ഓഫ് നൗ വളരെ ക്ലിയർ ആണ്, അത് 90 days മുമ്പ് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ആ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു. നമുക്ക് നല്ല രീതിയിൽ ഇത് അവസാനിപ്പിക്കണം. ഓരോ ആളുകളെ ഡൗട്ട് ചോദിച്ചിട്ട് പോകുമ്പോൾ അവസാനം ചോദ്യകർത്താവും ഉത്തരം കേൾക്കുന്ന ആളും മാത്രമേ കാണുള്ളൂ. ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്തിട്ട് ചോദിക്കണം. 2-3 ചോദ്യങ്ങളൂടെ ചോദിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പാറ്റേണിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
അതാ പറഞ്ഞത്, നിങ്ങളെ ഇൻഡിവിജ്വൽ കോർപ്പസ് നിങ്ങൾക്ക് ഡീഫോൾട്ടിലോ LC25-ലോ LC50-ലോ UPS തരുന്ന ഏത് ഓപ്ഷനിലും ഇടാം. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കോർപ്പസിലോട്ട് NPS മാറ്റും. പക്ഷെ നിങ്ങളുടെ 4% ഒരു അക്യുമുലേറ്റീവ് ഗ്രോത്ത് അത് ഡീഫോൾട്ട് ഉള്ളതേ തരുള്ളൂ, അത്രേ ഉള്ളൂ. അതെ അതെ, ഇല്ല ഇല്ല, ആ അഡീഷണൽ ആയിട്ട് അടക്കാൻ ഓപ്ഷൻ ഉള്ളത് ഇൻഡിവിജ്വൽ കോർപ്പസ് കുറവുള്ളവർക്കാണ്, ക്യൂ കുറവുള്ളവർക്കല്ല. ക്വാളിഫയിങ് മന്ത്സ് ഓഫ് സർവീസ് 25 വർഷം അല്ലെങ്കിൽ 300 മാസം ഉള്ളവർക്ക് പൈസ അടച്ച് കൂട്ടാൻ പറ്റില്ല. അവർക്ക് പ്രോ റാറ്റ പെൻഷനേ കിട്ടുള്ളൂ. ആ 15 വർഷമെങ്കിലും സർവീസ് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഞാൻ പറഞ്ഞിട്ടില്ല. അതെ അതെ, അതായത് UPSന് നിങ്ങൾക്ക് ഈ സ്വിച്ച് ഓവർ ഓപ്ഷൻ വന്നതിന് ശേഷം നമുക്ക് യെസ് അവിടെയും ഈ പ്രശ്നമുണ്ട്. ഫാമിലി ഒന്ന് UPSനകത്തെ ഫാമിലി ഡെഫിനിഷൻ ഇതുവരെയും റിവൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് സൺ, ഡിസേബിൾഡ് സൺ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും അങ്ങനെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ NPS ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ 40% ആന്വിറ്റി എത്രയാണോ അത് തിരിച്ച് നിങ്ങളുടെ ആന്വിറ്റി പെൻഷനായിട്ട് നിങ്ങളുടെ സ്പൗസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ ഹെയറിനോ ഒക്കെ കിട്ടും NPSനകത്ത്. UPSനകത്ത് എന്താ ഗുണം? നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹയർ എമൗണ്ട് ആണ്. അത് ഹയർ എമൗണ്ട് ആണെന്ന് മാത്രമല്ല, ഓരോ 6 മാസത്തിലും DA റിവൈസ് ചെയ്യുമ്പോൾ പെൻഷൻ കൂടും. അപ്പൊ അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട തുക മന്ത്ലി കിട്ടും UPSൽ. സ്പൗസിന് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഇത് രണ്ടും, അതും സ്പൗസ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയത് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിൻ്റെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഹ വരുൺ കൃഷ്ണ, ESI എംപ്ലോയീസിൻ്റെ നഴ്സസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ സഖാവിന് നല്ല രീതിയിലാണ് ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ക്ലാസ് ISRO സ്റ്റാഫ് അസോസിയേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നിങ്ങൾ എല്ലാവരും അതിൻ്റെ ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ISRO സ്റ്റാഫ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. താങ്ക് യു. നിങ്ങളുടെ ഈ മുഖത്തെ ഭാവം കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും നല്ല രീതിയിലൊരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത്. പലപ്പോഴും പലരും നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ക്ലാസ് സംഘടിപ്പിക്കുന്നില്ല എന്ന്. പക്ഷേ ഒരിക്കലും ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഒരു സമയത്തും പറഞ്ഞു തരാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത്തരത്തിലേക്ക് പോകാതിരുന്നത്. അതിന് ആപ്റ്റായൊരു സമയം തിരഞ്ഞെടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മോശക്കാരാക്കാനോ വേണ്ടിയിട്ടല്ല. 2004 ഈ പെൻഷൻ സ്കീം ഇല്ലായതിനു ശേഷം നമ്മൾ ഈ പെൻഷൻ സ്കീമിലൊരു മാറ്റം വരുത്താൻ, ന്യൂ പെൻഷൻ സ്കീമിലേക്ക് പോയി ഓൾഡ് പെൻഷൻ സ്കീം നഷ്ടപ്പെട്ടതിന് ശേഷം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം, 10-20 വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. നിരന്തരമായ സമരങ്ങൾ,
പക്ഷേ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംഘടനയാണ്. അന്ന് ഈ സമരങ്ങളൊക്കെ നയിക്കുമ്പോഴും ഇതൊരു മുദ്രാവാക്യമായി ഉയർത്തി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കുമ്പോഴും പലരും പുച്ഛിച്ച് ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല, അങ്ങനെ മാറുകയോ ഇതിനൊരു മാറ്റം വരികയില്ല, നിങ്ങളെന്നും ഈ ഓൾഡ് പെൻഷൻ സ്കീം സ്വപ്നം കാണുക പോലും വേണ്ട, അതിന് യാതൊരു മാറ്റവുമില്ലാതെ ന്യൂ പെൻഷൻ സ്കീം തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വെല്ലുവിളിച്ച ആൾക്കാരുണ്ട്. അവരോടൊന്നും തിരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നടത്താനല്ല, നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമാണ് ഇന്ന് ഈ നമ്മുടെ സമരങ്ങളുടെ ഫലമായി നേടിയെടുത്തിട്ടുള്ളത്. മറ്റേതെങ്കിലും ഒരു സംഘടന ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസിനകത്തൊരു നോട്ടീസ് എഴുതുകയോ ഏതെങ്കിലും തരത്തിലുള്ളൊരു മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോവുകയോ ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പഠിക്കേണ്ട ഒരു പാഠം, സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് കൂടുതൽ കരുത്തോടുകൂടി ഏതാവശ്യവും ജെനുവിനായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഏത് ഗവൺമെൻറ്റിനായാലും ഒരിക്കലത് നമുക്ക് തന്നേ പറ്റൂ. ഇപ്പോഴും ISRO സ്റ്റാഫ് അസോസിയേഷൻ ഈ പറയുന്ന UPSൻ്റെ പിന്തുണയോടുകൂടിയല്ല നിൽക്കുന്നത്. നമുക്കൊരു ഓൾഡ് പെൻഷൻ സ്കീമിലേക്ക് പോകണം എന്ന അങ്ങേയറ്റം വാശിയോടുകൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് സ്വീകരിക്കില്ല എന്നല്ല, ന്യൂ പെൻഷൻ സ്കീം വന്നപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, ഈ പറയുന്ന UPS നമ്മൾ സ്വീകരിക്കും. പക്ഷേ നമ്മുടെ മുദ്രാവാക്യം ഇവിടെ അവസാനിക്കുന്നില്ല. എന്ന് ഓൾഡ് പെൻഷൻ സ്കീം തരുന്നുണ്ടോ അന്ന് വരെ ഈ സമരങ്ങളിലെല്ലാം ISRO സ്റ്റാഫ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജീവിതകാലം മൊത്തം ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു എക്സ്ട്രാ വരുമാനം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അദ്ദേഹത്തിൻ്റെ 60 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർക്കും ജീവിക്കാൻ ആവശ്യമായ ഒരു തുക ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായേ പറ്റുള്ളൂ. അത് ഈ ഗവൺമെൻറ് ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അവകാശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവകാശം അവസാനിക്കുന്നില്ല, UPSോടുകൂടി അവസാനിക്കുകയല്ല, തുടർന്നുമുള്ള പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും ഓൾഡ് പെൻഷൻ സ്കീമിലേക്ക് പോകുന്നത് വരെ നമ്മൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം ഇതിൻ്റെ അധ്യക്ഷനായിട്ടിരുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ശരത് കുമാറാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അരുൺ കൃഷ്ണനെ നിങ്ങൾക്ക് എത്രമാത്രം അറിയാം, കോൺഫെഡറേഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അദ്ദേഹം നിങ്ങൾ അറിയുമെന്നറിയില്ല, നമ്മുടെ പ്രൈവറ്റ് മേഖലയിലെ നഴ്സസ് ജീവനക്കാർ വലിയ ഐതിഹാസികമായ സമരം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ് അദ്ദേഹം. അതേപോലെ ഇപ്പോൾ തന്നെ അസംഘടിത മേഖലയിൽ, പല മേഖലയിൽ, അസംഘടിത മേഖലയിൽ മറ്റേ യൂബർ, അതേപോലെ തന്നെ സൊമാറ്റോ, സ്വിഗ്ഗി, ഇത്തരം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പലതരത്തിലുള്ള അവരുടെ ജീവൽ മരണ പോരാട്ടങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് യാതൊരു യൂണിയനില്ല, അവകാശങ്ങളില്ല, അതിനൊക്കെ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങേയറ്റം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾ ഗവൺമെൻറ് ജീവനക്കാരനായി മാത്രം ഇരിക്കുകയല്ല അദ്ദേഹം ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരികയും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുകയും ചെയ്തതിലുള്ള അങ്ങേയറ്റം സ്നേഹവും ഹൃദ്യവുമായ നന്ദി നിങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ വന്ന് ISRO സ്റ്റാഫ് അസോസിയേഷൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ISRO സ്റ്റാഫ് അസോസിയേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഓരോരുത്തർക്ക് വേണ്ടി ഇതിന് ലൈറ്റ്, ഹാള്, ഇസ്രയുടെ സഹായങ്ങൾ, മറ്റു പലതരത്തിലുള്ള സഹായങ്ങളും വന്നിട്ടുണ്ട്. ഏതെങ്കിലും ISRO സ്റ്റാഫ് അസോസിയേഷൻ എന്നുള്ള ലേബൽ മാത്രമല്ല, മുഴുവൻ പൊതുസമൂഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കെല്ലാം ISRO സ്റ്റാഫ് അസോസിയേഷൻ്റെ ഈ ഇസ്രയ്ക്കും ഈ നന്ദി പൊതുവിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പരിപാടിയിൽ കോൺഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം നിങ്ങൾക്കായിട്ട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിനും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള ഏറ്റവും ഹൃദ്യമായ സ്നേഹം, അദ്ദേഹത്തിന് നമ്മൾ പ്രത്യേകിച്ച് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഒരാളാണ് അദ്ദേഹം. നമ്മളോടൊപ്പം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം കരുത്തോടുകൂടി നിൽക്കുന്ന ഒരു സഖാവ് കൂടിയാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്.